വീണ്ടും ഇങ്ങനെ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചില ദിവസങ്ങൾ, അതായത് വ്യാഴാഴ്ച വരെ ദൈവം അനുവദിച്ചാൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഒക്കലോഹമായിക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ കൺവെൻഷനുണ്ട് വരുന്ന ഈ ആഴ്ചയും. ശനി ഞായറും എല്ലാം അവിടെ ആയിരിക്കും. ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കും. വേറെ ചില സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. ചില ദിവസം, ചില ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ അമേരിക്കയെ കാണുന്നതിന് ശേഷമായിട്ട് നാട്ടിലോട്ട് പോകണം. അവിടെയും കൺവെൻഷന്, ബോംബെയിലും ഒക്കെ കൺവെൻഷനുണ്ട്, പോകേണ്ടതുണ്ട്. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കും. വായിച്ച തിരുവെടുത്ത് 20-ാം സങ്കീർത്തനം 4-ാം വാക്യമാണല്ലോ. ഒന്നുകൂടെ ഒന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക്. അത്ര തിട്ടം അവർക്ക്. ചിലരെ കൊണ്ടുവന്നാലും തുറക്കത്തുമില്ല. അവർക്ക് അതിലും തിട്ടമുള്ളവരാ. പിന്നെ ചിലരെ ഇടയ്ക്ക് തുറക്കുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയാനാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പം എന്തെങ്കിലും അപാകത വന്നാൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കണം. ദൈവത്തിന് മഹത്വം. ഞാൻ തിരുവനന്തപുരത്ത് വായിക്കണം. നിങ്ങളെക്കാളെല്ലാം വളരെ ചെറിയവനാണ് എല്ലാ നിലയിലും. അപ്പം ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ദൈവജനത്തിൽ നിന്ന് ചിന്തിക്കാം. ഇത്രയും പേർക്ക് ഇവിടെ ഇന്ന് രാത്രി ഒന്നിച്ചു കൂടുവാൻ അവസരം ദൈവം തന്നല്ലോ. വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് മഹത്വം. 20-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം. അതിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നല്ല ആഗ്രഹത്തോടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അല്ല, നല്ല ആഗ്രഹം വേണം. ദൈവത്തിന് മഹത്വം. ആ നല്ല ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്ന ഒരു ദൈവം. ഇതിനെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, ആഗ്രഹങ്ങൾ നടക്കാതെ പോയവരുമുണ്ട്, ആഗ്രഹം നടന്നവരുമുണ്ട്. രണ്ടു കൂട്ടരുമുണ്ട് വേദപുസ്തകത്തിൽ. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ 2 ഭാഗവും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സങ്കീർത്തനത്തെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചല്ലോ. ഇനി അത് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്കും അറിയാം. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവരെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷം നടന്നവരെയും പറ്റി ചിന്തിച്ച് നിർത്തുന്നതാ യോഗത്തിനൊരു നല്ല അന്തരീക്ഷം. നടക്കാത്തവരെ പറ്റി ലാസ്റ്റ് പറഞ്ഞാൽ പോകുമ്പോൾ ഒരു മനോക്ലേശത്തോടെ പോകും. അപ്പം നടന്നതിനെ പറ്റി പറഞ്ഞു നിർത്തുക. അപ്പം ആദ്യം നടക്കാത്തത്. ഹൃദയത്തിലെ ആഗ്രഹം നടക്കാതെ പോയവര്. നിങ്ങൾക്കൊക്കെ വചനം അറിയാം, നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബിലയ. ഹൃദയത്തിലെ ആഗ്രഹം നടന്നില്ല. 23-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സംഖ്യാപുസ്തകം 23-10. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. നല്ല ആഗ്രഹമാണ്. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെ. ഇന്നലെ പറഞ്ഞതൊന്നുകൊണ്ട് ആവർത്തിക്കുക. ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ പഴയ പാസ്റ്റർമാർ പറയുന്ന കടമെടുക്കുക. ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കുന്ന കാലത്ത് നാശക്കൊള്ളി എല്ലാം ഒപ്പിച്ച് വെച്ച് അങ്ങേയറ്റം പറ്റുമ്പോൾ പറയുക, നല്ലൊരു ആദ്യം എനിക്ക് അത് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഈ വിതയ്ക്കുന്നതേ കൊയ്യൂ. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റാ കൊയ്യുന്നത്. നമ്മൾ ബിലയാണ് ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. മരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. 31-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സംഖ്യ 31-ന്റെ 8-ഉം യോശുവ 13-ന്റെ 22-ഉം. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, ദേവ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. 5 രാജാക്കന്മാരെ കൊന്നു. അടുത്തത് ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആഗ്രഹം നല്ലതായിരുന്നു. ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. പക്ഷെ മരിച്ചത് അങ്ങനെ നിഹതന്മാരെ കൊന്ന കൂട്ടത്തില്. യോശുവയുടെ പുസ്തകം 13-ന്റെ 22 ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഉചിതമാണ്. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോരിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനാണ്. രണ്ടർത്ഥമുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുക, പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. പുള്ളി പ്രശ്നമായിരുന്നു. അവിടെ പ്രശ്നക്കാരെന്ന് ഉദ്ദേശിച്ചത് ലക്ഷണം പറയുന്ന നാടൻ ഭാഷ പറഞ്ഞ മഷിനോട്ടക്കാരെ പോലുള്ള ആൾക്കാരെയാണ്.
ഇവനെ വാള് കൊണ്ട് വെട്ടിക്കൊന്നു. അതിന് കാരണം നമുക്ക് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കാം. ആഗ്രഹം നല്ലതാ, ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരുടെ ആഗ്രഹം ഇതാ. ഏതാ? അങ്ങോട്ട് വരുമ്പോ കാണുമ്പോ എനിക്കറിയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ അങ്ങനെ ആകുമെന്ന് ഓർത്താ. എല്ലാവർക്കും നല്ല അവസാനം ദൈവം തരട്ടെ. അപ്പോൾ ഭക്തന്മാര് മരിക്കുന്നത് പോലെ മരിക്കണം. ആഗ്രഹം നല്ലതാ, പക്ഷെ അങ്ങനെ നടന്നില്ല. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഭക്തന്മാര് മരിക്കുന്നതിനെ പറ്റി ഒത്തിരി തെളിവുണ്ട്. ഭക്തന്മാര് മരിച്ചത്, അതിലൊരു ഭക്തനെ പറ്റി നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ദാവീദ്. രാജകുമാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് വയസ്സി എന്ന് വൃദ്ധനായി. അപ്പം വയസ്സി എന്നു വൃദ്ധനായി, മരണത്തിന്റെ ആ രീതിയാണ്. രാജകുമാരുടെ 1-ാം പുസ്തകം 2:1 വായിക്കുന്നത് ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ. അപ്പൊ അടുത്തു. അപ്പൊ വയസ്സി എന്നു വൃദ്ധനായി, മരണകാലം അടുത്തു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 23:1 വായിക്കുന്നത് ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവിത്. അപ്പം മരിക്കാറായപ്പം പിച്ചും പേയും പറഞ്ഞതല്ല. ഈ പ്രായമായി കഴിയുമ്പം പറയുന്നത് എന്നാന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇല്ലേ? നിങ്ങൾ എന്നെ താഴോട്ട് നോക്കിയിരിക്കുന്നത് ഉള്ള കാര്യമാണ്. പ്രായമായി കഴിയുമ്പോൾ എന്നതാ പറഞ്ഞു പിടിപ്പിക്കുന്നത് അറിയത്തില്ല. നമ്മളിപ്പം പല കാര്യങ്ങൾ അറിയാമല്ലോ. ഈ പ്രായമായി കഴിയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്തുവാ സംസാരിക്കുന്നത്, എന്തുവാ, അതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ചു വേണം. അപ്പൊ ദാവീദിന്റെ അന്ത്യവാക്യങ്ങൾ വളരെ കടഞ്ഞെടുത്ത പദങ്ങളാ. ഓടിച്ചെന്ന് വായിച്ച റോസമാമേ. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാവുന്നത് ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു. അപ്പോൾ അപ്പനാരാണ് നല്ല ബോധമുണ്ട്. ഇശായി പുത്രൻ മരിക്കാറായപ്പോ നല്ല ഓർമ്മയാ. അടുത്തത് ഔന്നത്യം പ്രാപിച്ച പുരുഷൻ. അത് മനസ്സിൽ ഔന്നത്യം പ്രാപിച്ച പുരുഷനാ. പിന്നെ യാക്കോബൻ ദൈവത്താൽ അഭിഷിക്തൻ. താൻ അഭിഷിക്തനാന്നുള്ള ബോധമുണ്ട്. ഈ മരിക്കാറാകുമ്പോ അങ്ങനെയൊക്കെ ബോധം വേണം. ഞാൻ അഭിഷിക്തനാന്നുള്ള ഈ ഒരു ദൈവം ഇതിലാന്ന് മനസ്സിലാക്കണം. വായി വരുന്നതെല്ലാം വിളിച്ചു പോകരുത്. പിന്നെ ഇസ്രായേലിൽ മധുരഗായകൻ എന്ന് പറഞ്ഞാൽ ഈ തന്റെ പാട്ടുമൊക്കെ എല്ലാവർക്കും മാതിരിയാണ്. നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള കൃപയും കൂടെ പോവുക. ചില പാട്ട് എന്നാ ഒരാൾ പാട്ട് കേട്ടപ്പോ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചാൽ എന്നതായി പാടി വെക്കും. അപ്പം മധുരഗായകനാ. അടുത്തത് യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. മരിക്കാനായപ്പോഴും ആത്മാവിലാ സംസാരിക്കുന്നത്. ഇങ്ങനെ ഭക്തന്മാര് മരിക്കുന്നത് ഇങ്ങനെ ആത്മാവിൽ. എന്നിട്ട് പിന്നെ അടുത്തത് അവന്റെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. മരിക്കാറായപ്പോഴും വചനമാ നാവിന്മേൽ. സ്തോത്രം. എനിക്ക് ഒരു അമ്മയെ അറിയാം, നിങ്ങൾക്ക് ഒത്തിരി പേരെ അറിയാം. ഞാൻ എനിക്ക് അറിവിൽപ്പെട്ടോ എന്ന് പറയുക. മരിക്കാറായി കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ദൂത് പറയും, വചനം പറയും, വചനം പറയും. അതൊക്കെ വലിയ മഹാഭാഗ്യമാണ്. മരിക്കാറാകുമ്പോഴും വചനം പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള നുണയും കോതിയും കുശുമ്പും കുഞ്ഞായ്മയും വിശുവിശുപ്പും എല്ലാം കൂടെ വെച്ച് അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും അവര് പോയി ഇത് മുഴുവൻ അകത്തിങ്ങനെ ചില അമ്മായിമ്മമാര് പറയുന്ന കേട്ടോ, പാസ്റ്ററെ അവൾ എന്നോട് ചെയ്തതെല്ലാം എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, ഞാൻ ഒന്നും അതായി അവസാനം എടുത്ത് ഈ വിളമ്പുന്നത്. ആ സഹോദരൻ ചെയ്തതെല്ലാം എന്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാനിപ്പോ ഉപവാസ പ്രാർത്ഥനയാണ്, ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്നേ ഇതെല്ലാം അകത്തിരിക്കും. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഹൃദയത്തിനകത്ത് നിന്ന് ഒരു 5 കൂട്ടം കാര്യം കളയണം. അറിയാമല്ലോ അല്ലേ? മൂളിച്ചൊക്കെ കേൾക്കുമ്പോ അറിയാം. പത്രോസിന്റെ 1-ാം ലേഖനം 2:1. ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയ ഇത് നീക്കിക്കളയണം. 5 കൂട്ടം കാര്യം ഇതിനകത്ത് നിന്ന്. ഇതിനകത്ത് 5 അല്ലിരിക്കുന്നത്, 5 അല്ല 50. ഞാനിപ്പോ സന്ദർഭം വന്നുകൊണ്ട് 5 കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കളയണം. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ. വെറും നുണയല്ലേ, എല്ലാം നുണയും. നമ്മളിതെല്ലാം വെച്ചുണ്ട ഗ്ലോറി വിക്ടറി കാൽപടി മഴയത്ത് കാറിന്റെ വൈപ്പർ അടിക്കും പോലെ നിന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ?
ആകത്തിന് മുഴുവൻ പാട്ട് പാടുമ്പോഴും മറ്റവനോട്ട് ഭാര്യ എന്നിട്ട് നിന്നും പ്രസംഗിക്കുമ്പോഴും മറ്റവനുമായിട്ട് യോജിപ്പില്ല. എന്നാലും ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. അപ്പൊ ഇതിനകത്തെല്ലാം ഇതിരിക്കുക, ഹൃദയത്തിനകത്ത്. പത്രോസ് പറയുക, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് കളയണം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ, അത് നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ. സൈമൺ സാറ് പാടിയ ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാം. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണ്. പൂർണ്ണ ഹൃദയം, നല്ല ഹൃദയം. ആണ് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ദാവീദ് ഹൃദയത്തിനകത്തെല്ലാം ദൈവവചനമാണ്. അതുകൊണ്ട് ആ മരിക്കുന്ന സമയത്തും വചനമാണ്. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചോ. റസ്മാമ 23-ാം അധ്യായത്തിന്റെ ഇപ്പൊ വായിച്ചല്ലോ. ശോഭമേലിന്റെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൽ ഇപ്പൊ വായിച്ചില്ലയോ? ദൈവത്തിന്റെ വചനം തന്നെ നാവിന്മേലിരിക്കുന്നതാണ്. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവന്റെ വചനം എന്റെ നാവിന്മേലിരിക്കുന്നു. അപ്പൊ ഈ മരിക്കാറായ സമയത്തും വചനം നാവിന്മേലിരിക്കുക എന്തോ നല്ല അന്ത്യമാണ്. വേറൊന്നും നാവിന്ന് വരുന്നില്ല. ഞാന് വിധിക്കുകയല്ല, പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭയമാണ്. അവസാന സമയത്ത് അനാവശ്യം പറഞ്ഞ് മരിച്ചവരുണ്ട്. അപ്പച്ചാന്ന് വിളിക്കുമ്പോ കണ്ണു പൊട്ടുന്ന, അമ്മാമയെന്ന് വിളിക്കുമ്പോ അടുക്കാനൊക്കത്തില്ല. അതുപോലെ അത് അവരെ നമ്മൾ വിധിക്കേണ്ടത്, അവരും ദൈവം കൂടെ തീർക്കും. പക്ഷെ അത് കാണുമ്പം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോണം. അതിനാ ഈ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുക. 11-ാം വാക്യത്തിലുണ്ട്, ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പം നമ്മൾ വളരെ സൂക്ഷിച്ചോണം. അവരെ വിധിക്കണ്ട, അത് അവര് ദൈവം കൂടെ തീർത്തോളും. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചോണം. നീതിമാന്റെ ഗതി ഇതാണെങ്കിൽ അപകടത്തിന്റെയും ഭാവിയുടെയും വളരെ സൂക്ഷിച്ചോണം. ഇരിപ്പ് കണ്ടിട്ട് മിക്കവാറും പരുവക്കേടാകാനാ തോന്നുന്നത്. നോട്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഒന്നും വരാതിരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം, നല്ല അവകാശവും നല്ല അന്ത്യവും പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. ഈ എപ്പോഴും ഞാൻ പറയും, ചർച്ചക്കോടിന്റെ ഒരു പഴയ ദൈവനാസനുണ്ടായിരുന്നു, ഇന്ത്യ ദൈവസഭയുടെ PC ചാക്കോസാണ്, ജോകുര്യന്റെ പിതാവ്, മല്ലപ്പള്ളി കീഴ്വായ്പൂരുകാരാണ്. അത് TM അപ്പച്ചൻ്റെ മരുമകനും കൂടെ, TM വർഗീസ് സാറിൻ്റെ തോട്ടുകര. അപ്പം അദ്ദേഹം മരിക്കുന്ന സമയത്ത് വാനത്താനത്തെ ജോർജ് കുട്ടിച്ചാനാണ് കൂടെ നിന്നത്. അപ്പം എന്നോട് പറഞ്ഞതാ, മരിക്കുന്ന സമയത്ത് ഈ ജോർജ് കുട്ടി പാസ്വേഡ് പറഞ്ഞു, ജോർജ് കുട്ടി ഞാൻ മരിക്കാൻ പോവുക, സ്വർഗം തുറക്കുന്ന ഞാൻ കാണുന്നു, ദൂതന്മാർ വരുന്നെന്ന്. നമ്മൾ ജോർജ് കുട്ടി ഇവിടെ എല്ലാം നോക്കിയിട്ട് ദൂതനെ കാണുന്നില്ല. പുള്ളി പറഞ്ഞു, ദൂതം വരുന്നത് എന്നെ കൊണ്ടുപോകാൻ. അപ്പം ജോർജ് കുട്ടി പാസ് എന്നോട് പറഞ്ഞതാ, പുള്ളി അടുത്തുണ്ട്, മുഖമെല്ലാം ശോഭിച്ചു, നല്ല പ്രകാശപൂരിതമായി സ്തോത്രം പറഞ്ഞ് വളരെ ആത്മാവിൽ ബലപ്പെട്ട പോയത്. നല്ല അന്ത്യമാണ്. ദൈവത്തിന് മഹത്വം. നല്ല അന്ത്യമാണ് പ്രാപിച്ചത്. ഞാൻ എല്ലായിടത്തും പറയും, എൻ്റെ കൂടെയുള്ളൊരു ഷൂ പാസ്റ്ററുണ്ട്, തോമാച്ചാൻ നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മാവിയപ്പന് മരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. അപ്പം
തലേന്ന് രാത്രിയിൽ അപ്പനും മക്കളോട് വർത്തമാനം പറഞ്ഞപ്പം പറഞ്ഞു, മോനെ ഒരു ശവപ്പെട്ടിയൊക്കെ ക്രമീകരിച്ചോണ്ട് ഇച്ചിരി കാശും കൈ വേണം, ഞാൻ മരിക്കാൻ പോവാണ്. പിള്ളേർ കാര്യമാക്കിയില്ല. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചു. രാവിലെ ആമ്പിള്ളേരുമായിട്ട് 2 പേര് സുവിശേഷ വേലക്കാരൻ കണ്ണൂര്. അപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇഡലിയും സംബന്ധി സാമ്പാറും. മരുമകളുടെ ഷൂപ്പാസുടെ പെങ്ങള. അപ്പം ഇഡലി കൊടുത്തപ്പം മരുമകളോട് അപ്പച്ചൻ പറയാ, മോളെ ഉച്ചയ്ക്ക് അപ്പച്ചന് ഊണ് വേണ്ട. അതിനപ്പച്ചൻ ഉച്ചയ്ക്ക് ഊണ് വേളില്ല. അത് തമാശയായിട്ട് എടുത്തു. ഇഡലിയും സാമ്പാറും എല്ലാം കഴിച്ച് അപ്പച്ചൻ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സും ഒക്കെ ധരിച്ച് കട്ടിലേ വന്നിരുന്ന് അമ്മച്ചിയുടെ ഒക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കട്ടിലേ വന്നിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച് കട്ടിലോട്ട് കിടന്നു. 12:30 മുന്നേ മരിച്ചു. ഉച്ചയ്ക്ക് ഊണില്ല. നമ്മളെത്ര ഉച്ചയൂണ് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഇരിക്കുന്നത്. എന്നിട്ട് പോകാൻ ഒരു താല്പര്യവും വൈകിട്ടത്തെയും കൂടെ എങ്ങനെയും തരാൻ. ചിലക്ക് പോകാൻ ഒരു താല്പര്യവും. 12 വയസ്സുള്ള മകള് കഥയാ കേട്ടിട്ടുണ്ടെന്നോട് ആവർത്തിക്കുക. 12 വയസ്സുള്ള മകള് കൊച്ചുമകള് കാപ്പി കൊണ്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ വിഷണനായിട്ടിരിക്കുക. തന്നെ അപ്പച്ചൻ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ രാവിലെ കാപ്പി കൊണ്ട് തന്നു നിന്റെ വല്യമ്മച്ചിയായിരുന്നു ഏലിക്കുട്ടി. അപ്പോൾ അവളിങ്ങനെ കാപ്പി എല്ലാ ദിവസവും കൊണ്ട് തരുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ കാപ്പി. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ അമ്മയാണ് എനിക്ക് കാപ്പി കൊണ്ടുവന്ന് മരുമകൾ. അന്നാലും ഞാനിങ്ങനെ ചിന്തിക്കും, ഇവിടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ രാവിലെ കാപ്പി. അന്നാലും ദൈവം നിന്നെ എനിക്ക്. അപ്പച്ചനെ 90 കഴിഞ്ഞു. പിന്നെ എന്നാ അപ്പച്ച ഇപ്പം അല്ല നിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാ? അപ്പച്ചന് 90, അവക്ക് 12. അല്ല നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. പോകാൻ ഒരു താല്പര്യവും ചിലർക്ക് ഇല്ല. അല്ല, എല്ലാവർക്കും ദൈവം ദീർഘായുസ്സ് തരട്ടെ. പക്ഷെ ഒരു കാര്യം, നല്ല അന്ത്യമായിരിക്കണം. കർത്താവിന്റെ വരവാണെങ്കിൽ കൈവിടപ്പെടാതെ എടുത്തുകൊള്ളണം. അല്ല, വരവിന് മുമ്പ് നമ്മൾ ചേർക്കപ്പെടുന്നത് തിരികിതമാണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും. നമ്മൾ മനുഷ്യരാ, പോഷത്വങ്ങളും പോരായ്മകളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്നുകൂടെ ക്രമീകരിച്ച് ഓരോ യോഗങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതിനാ യോഗം. വിശേഷിച്ച് വചന ശുശ്രൂഷ എന്തിനെന്ന് ചോദിച്ചാൽ, ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഇപ്പൊ എല്ലായിടത്തും ചടങ്ങ 10 മിനിറ്റ് 30 മിനിറ്റ്. ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് 30 കൂടുതൽ പോയ ആൾക്കാർ ശ്രദ്ധിക്കുകയല്ല. ശ്രദ്ധിക്കണ്ട. ഏകദേശം 3 ദിവസം വരുന്ന് പറഞ്ഞിട്ടും ഒരു കുഞ്ഞുങ്ങളും ഇല്ലേ? എത്ര ദിവസം? പുരുഷാരത്തെ കണ്ടാല് മലമേലിരുന്നു, തിരുവായി അങ്ങോട്ട് പോയി, ഒരു കുഞ്ഞുങ്ങൾ പോകുന്നില്ല. ഭക്ഷണം കൊണ്ടുവന്നത് പോലും കഴിക്കുന്നില്ല. നമ്മൾ 12 ആകുമ്പോഴേ ബ്ലോക്ക് നോക്കുന്നു, ഭക്ഷണത്തിന്റെ മണം അടിക്കുന്നു, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു, കൂടെ വെളിയിൽ പോകുന്നു, അകത്ത് കയറുന്നു, വല്ല ജാതി ഒന്ന് നിർത്തിയേച്ച്. ആരാധനയ്ക്ക് കറക്റ്റ് ടൈം തുടങ്ങുക നിർത്തുകയും ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ടൈം ഒന്നുമില്ല. നല്ല പേരുക്കിരുന്ന് എത്ര നേരം എടുത്തു. എന്നാൽ അതിനോടൊരു ടൈം പറയണ്ടേ? അരമണിക്കൂർ കൊണ്ട് കഴിച്ചു തീർത്തോണം. കുഴഞ്ഞു. ആട്ടെ, നമുക്ക് ആ ഭാഗത്തിന് മുഖത്തെല്ലാവരും പ്രയാസം പരിവിട്ടേക്കും. ആ വിഷയം വിട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, നല്ല അവകാശം, നല്ല അന്ത്യം പ്രാപിക്കണം. ഭക്തന്മാരുടെയൊക്കെ മരണം അങ്ങനെ. ആ അപ്പച്ചനെ ഉച്ചയ്ക്ക് കഴിച്ചില്ല, മക്കളും കഴിച്ചില്ല, അപ്പച്ചൻ മരിച്ചു. പിന്നെ അതിൻ്റെ നല്ല അന്ത്യം. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ വന്ന് ഇദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചൻ്റെ അനിയനല്ലയോ മണ്ടമ്പടി യാക്കോച്ചാൻ, അദ്ദേഹം മരിച്ചപ്പോൾ അതുപോലെ പിള്ളേരോടെല്ലാം പറഞ്ഞ് ഇന്ന് ആരും വെളിയിൽ പോകരുത്, എല്ലാവരും വീട്ടിൽ കാണണമെന്ന്. അപ്പോൾ അപ്പച്ചനെ പറഞ്ഞ് പോകാൻ പോകുമെന്ന് പറഞ്ഞു. കുളിയെല്ലാം കഴിഞ്ഞ് തോട്ടിൽ പോയി മുങ്ങി കുളിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് പായൊക്കെ ധരിച്ച് കട്ടിലേ വന്നിട്ട് പാട്ട് പാടി പ്രാർത്ഥിച്ച് കട്ടിലോട്ട് കിടന്ന് ജീവനും പോയി. ഞാൻ അവിടുത്തെ ഇതൊക്കെ വേഗം വിളങ്കിലും മുഖഭാവം ഒന്ന് മാറും. നിങ്ങൾ പറയും ഇതിന് മരുന്ന് കേട്ടിട്ട് ഞങ്ങളുടെ മാറിയിട്ടില്ല. പിന്നെ ദൈവത്തിന്റെ മഹത്വം, നല്ല അവകാശം, ദൈവത്തിന്റെ മഹത്വം. മോശയുടെ മരണവും നല്ല മരണമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പം ഭക്തന്മാരൊക്കെ മരിക്കുന്നത് നല്ല രീതിയിലാണ്.
ദാവീദ് വയസ്സ് ചെന്നു, വൃദ്ധനായി, മരണകാലം അടുത്തു. അന്ത്യവാക്യം പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞു, വചനമാരെന്ന് പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞേച്ച് തൻ്റെ മകൻ ശലോമോനെ വിളിച്ചേച്ച് പറഞ്ഞു, നിനക്ക് അറിയാൻ മേലാത്ത ചില കാര്യം പറയാം. യോവാബിന് വെറുതെ വിടരുത്, ശിമയോട് ബുദ്ധിപരമായിട്ട് ഇടപെട്ടോണം, ബർസിലായുടെ മക്കൾക്ക് നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞേച്ച് ആ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:10. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. എങ്ങനെയുണ്ട്? ദാവീദ് പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. നല്ല ഇങ്ങനെയൊക്കെയായി ഭക്തന്മാര് മരിക്കുന്നത്, ഭക്തന്മാരുടെ മരണം. അവിടെ ബിലിയാം പറഞ്ഞു, ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ആഗ്രഹം നല്ലതാ, പക്ഷെ നടന്നില്ല. നമുക്കറിയാം ബിലിയാമിന് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അതെന്നെ ഇങ്ങനെ മരിക്കാൻ കാരണം? അതിന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വചനം അറിയാം. ഈ ബിലിയാം ആരാ? ആവർത്തനം 23:3 വായിച്ചേ. ആവർത്തനം 23:3 അറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിച്ചു. ഒരമ്മോന്യനോ മോവാമ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും ഒരു നാളെ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ വഴിയിൽ വെച്ച് നിങ്ങളെ എതിരേൽക്കായികൊണ്ട് അപ്പവും വെള്ളവും കൊണ്ട് നിങ്ങളെ എതിരേൽക്കായികൊണ്ട് നിന്നെ ശപിക്കേണ്ടതിന് മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാം അവിടെ തെളിയുക. മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലിയാം. അപ്പോൾ ഇദ്ദേഹം മെസൊപ്പൊത്താമിയക്കാരന്, പക്ഷെ പ്രശ്നക്കാരന്. എന്നാൽ മെസൊപ്പൊത്താമിയ എന്ന് വന്ന വേറൊരാളുണ്ട്, നമുക്കറിയാലോ, അബ്രഹാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചെന്ന് അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പും മെസൊപ്പൊത്താമിയയിലെ ഇരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനാ. 2 പേരും ഒരു സ്ഥലത്ത് നിന്നാ വന്നത്, പക്ഷെ ഒരുത്തന് ഗുണമുള്ളത് ഒരുത്തൻ. അത് നമ്മുടെ വീടുകളിലാണല്ലോ. ഒരു വീട്ടിൽ നിന്ന് സഹായത്തിന് വരുന്ന ഒരുത്തൻ കൈ എടുക്കത്തില്ല, ഒരാൾ ആത്മാവ് വിലപ്പെടും. 2 ഒരു വീട്ടിൽ നിന്ന് വന്നു. നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. ഒരു വണ്ടിയല്ല വന്നു, ഒരാളിരുന്ന് ഉറങ്ങുക, ഒരാൾ ശ്രദ്ധിച്ചിരിക്കുക. തിരിച്ചു പോകുമ്പോൾ ചോദിക്കുക, അച്ഛാ പറഞ്ഞു കേട്ടില്ല. ഞാൻ ഇടയ്ക്കൊന്നും 2 പേരും ഒരു സഭയല്ല, ഒന്ന് ഗുണപ്പെട്ടത്, ഒന്ന്. ആവർത്തന പുസ്തക വാക്യമുണ്ട്, കാളയെയും കഴുതിയും ഒന്നിച്ച് പൂട്ടി ഉടരുതെന്ന. ഒരു വശത്ത് കാള, ഒരു വശത്ത് കഴുതി. ആട്ടെ, അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടു. ഇങ്ങനൊരു പരുവക്കേടായി. അപ്പോൾ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബെയോരിന്റെ മകനാകുന്ന ബിലിയാം, ഇദ്ദേഹം പ്രവചനമൊക്കെ നടത്തുക, പക്ഷേ അത്ര നല്ല ഒരു രീതിയല്ല. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ച് പരന്നു കിടക്കുക. ഏതാണ്ട് 30 ലക്ഷത്തിൽ കൂടുതൽ ജനം. അപ്പോൾ ഇവർക്ക് പാളയമടിക്കുമ്പോൾ 4 പാളയമാണ് കൊടുത്തത്. നമുക്കതൊക്കെ അറിയാം. 4 പാളയം: രൂബേന്യ പാളയം, യഹൂദ്യ പാളയം, എബ്രയീമ്യ പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് 3 12. ഓരോ പാളയത്തിന് ഓരോ കൊടിക്കമ്പളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാളയം അടിക്കുമ്പോഴും ഇവര് പോകുമ്പോഴെല്ലാം ഓർഡർ തെറ്റത്തില്ല. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം, അറിവുള്ള വാക്യം എങ്കിലും ഒന്ന് വായിച്ചു. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന്റെ 52-ാമത്തെ തിരുവെടുത്ത്. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തർ താന്താന്റെ പാളയത്തിലും ഇങ്ങനെ. അപ്പൊ താന്താന്റെ പാളയത്തിലും താന്താന്റെ കൊടിക്കരികിലും എന്ന് പറഞ്ഞാൽ ഉണർവ് കയറി തുള്ളിച്ചാടി വേറെ പാളയത്തിലൊന്നും. ചില ആത്മാവിലായി കഴിയുമ്പോൾ ചില ഇടങ്ങൾ കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുക. സഹോദരന്മാരുടെ ഒരു തുള്ളി അങ്ങോട്ട് സഹോദരി ഇവിടെ, പിന്നെ വലിയ അനക്കമൊന്നുമില്ല, അങ്ങനെ ഇരുന്നാൽ മതി. ചില ഇടങ്ങളിൽ തുള്ളി അങ്ങോട്ട്. പാസ്റ്റർമാരുടെ ഭാര്യമാർ അവരെ ഇങ്ങനെ, അവരാണ് അതിൽ 7 എണ്ണമോ 3 എണ്ണം അതിൽ ചാടി വെച്ച് ബൈബിളിന്റെ പുറത്ത് വരാ കയറി ചാടുന്നത്. ചിലക്ക് തലയിലും തുണിയില്ല. പിന്നെ അത് പോട്ടെ, പറയുന്നില്ല ഞാൻ. ഇതിനെല്ലാം ഒരു ഓർഡർ ഉണ്ട്.
വെട്ടിക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് എന്ന് പറഞ്ഞതുപോലെ ഈ 30 ലക്ഷം ജനമല്ലേ നല്ല എന്തെയോ ഓർഡറല്ല കൊണ്ടുപോയത്. ഓരോരുത്തർ താന്താന്റെ പാളയത്തിൽ ഓരോരുത്തർ താന്താന്റെ കൊടിക്കരികിൽ ഇങ്ങനെ പാളയം അടങ്ങണം. അതുകൊണ്ടാണ് ഇവരെ കണ്ടെച്ച് വിലയാൻ പറഞ്ഞൊരു പദമുണ്ട്. 24:5 വായിച്ച സംഖ്യാപുസ്തകം 24:5. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ. എത്ര മനോഹരം! പർവ്വതത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ എത്ര നല്ല ഡിസിപ്ലിന്, നല്ല ഓർഡർ. ഈ ദൈവമക്കളുടെ ആരാധനയും ക്രമവും ഒക്കെ നല്ല ചിട്ടയിലായിരിക്കണം. ഇത് ചില സഭയിൽ ചെന്ന് തോന്നുന്നിടത്ത് വന്നിരിക്കുക, തോന്നിയത് പോലെ ഇരിക്കുക. ഇവിടുത്തെ എനിക്കറിയത്തില്ല, നാട്ടിലൊക്കെ സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന ചില വിദ്വാന്മാർ കാലും വെച്ച് വിറപ്പിച്ച്, എന്നാണ് ഇവിടുത്തെ ഒരു കാലെടുത്ത് പണ്ട് ഈ വാസവദത്ത ഇരുന്നത് പോലെ. സ്കൂളിൽ പഠിച്ചൊരു പദമുണ്ട്, ഇല്ലേ? കരണക്കകത്ത് കുമാരനാശാന്റെ കരണ, അതിനകത്ത് കാലെടുത്ത് തുടക്കാമ്പിൽ കയറ്റി വെച്ചും കഞ്ചവാണം തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ മഞ്ജുളാങ്കി ഇരിക്കുന്നു മതിമോഹിനി. സഭായത്തിരിക്കുക മഞ്ജുളാങ്കി, കാലും വെച്ചു, കാലുമൊക്കെ ഉറപ്പിച്ച് ഇതൊന്നൊരു നല്ല പോട്ടെ. കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നാറുണ്ട്. സ്തോത്രം, സങ്കടം തോന്നാറുണ്ട്. പിന്നെ ചിലയിടത്ത് ഇതൊന്നും മിണ്ടാനും ഒക്കെ ഞാൻ പറയും, അത് വേറെ വിഷയം. നിങ്ങളാരും പറയണ്ട, പറഞ്ഞാൽ നിങ്ങൾ അന്നേരം പേരിക്കും എല്ലാവരും കൂടെ പോകും. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു ഭക്തി, ബഹുമാനം. ദാവീദ് ഇങ്ങനെ പറഞ്ഞ ആലയത്തിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ, അതാണ് ദൈവത്തിന്റെ ഭക്തി. ദൈവത്തെ ഞാൻ അമ്പലത്തിലൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എന്ത് ഭക്തിയാണെന്നറിയാം. ആ നട തുറക്കുന്ന സമയത്ത് വളരെ കൈകൂപ്പ്, ഒരു മുട്ടുശുചി വീണാലറിയും. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഒരൊറ്റ നോട്ടമേയുള്ള നട തുറക്കുന്നത്. ആ ശ്രീകോവിലിനകത്ത് നട തുറക്കുമ്പോൾ ഒന്ന് ദർശിക്കണം. എന്ത് ഭക്തിയാണെന്നറിയോ? ഭയങ്കര ഭക്തി. വേറെ സംസാരങ്ങളൊന്നും അവിടെ വളരെ ഭക്തി. ആ പ്രസാദമൊക്കെ തരുമ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ തിരുമേശ എടുക്കുന്ന കണ്ട് അത് ഉമ്മ പണ്ട് കുറച്ച് തിന്നു എന്നിട്ട് ചോദിച്ചു സാധനം കിട്ടിയോ? അവൻ ഉപദേശിച്ചു സാധനം ഞാൻ വീട്ടിൽ നിന്ന് കൊഴുക്കട്ട കൊണ്ടുവന്നല്ലേ. അല്ല, ചിലരങ്ങനെ മുറുക്കി കൊടുക്കുന്നത്, ചിലരങ്ങനെ എടുക്കുന്നതും. പണ്ട് കൊച്ചു വായിട്ടിരുന്ന തള്ളയെടുത്ത് അപ്പം കൊണ്ട് കൊടുത്തപ്പോൾ അമ്മയെടുത്ത് കൊച്ചിനെ കൊടുത്തില്ല. കൊച്ചു കിടന്ന് കരഞ്ഞു. ഈ തള്ളയ്ക്ക് ബോധമുള്ള തള്ളയല്ല. അവരോട് പറഞ്ഞു കൊച്ചിനോട്ട് കൊടുക്കാൻ. ആശ പറഞ്ഞത് ചാനപ്പെട്ടപ്പോൾ കൊടുക്കണം. ഈ തള്ള കിട്ടപ്പോൾ വാ വെച്ച് ഞാൻ കടയിൽ നിനക്ക് അയാൾ തന്നെ ഇച്ചിരി തരുള്ളൂ, ഞാൻ നിനക്ക് 2 എണ്ണം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്നതാണെന്നോ, ഇത് എന്തിനാണെന്നോ, ഇതിന്റെ പവിത്രത എന്താണെന്നോ, ഇതിന്റെ മാന്യത എന്താണെന്നോ ഒന്നും മിക്കവർക്കും അറിയത്തില്ല. അല്ലിത് പറഞ്ഞു കൊടുക്കുകയല്ലോ. എങ്ങനെയാലും പറിച്ചു കീറി അതെ ആ ഭാഗത്തേക്ക് നമുക്ക് സങ്കടം വരുത്തൊക്കെ കാണുന്നു. ദൈവസന്നിധി വരുമ്പോ ആൾ അതിന്റെ ഭക്തിയോടെ വേണം. ആ കാര്യത്തിന് ഏറ്റവും ഞാൻ ക്രൈസ്തവരുടെ ഇടയിൽ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഹോദരങ്ങളെയാണ്. എന്ത് ഭക്തി എന്നറിയാം. ആ പള്ളി കോമ്പൗണ്ടിൽ കയറിയാൽ വളരെ ഭക്തിയാണ്. ആ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവരും ശുശ്രൂഷ കാണാൻ നിൽക്കുന്നവരും എല്ലാം ഭക്തിയോട്. നമ്മുടെ ആൾക്കാരത് ചെയ്യുമ്പോഴും പിന്നെ വിളിക്കാം കേട്ടോ, അർത്ഥവേഷ നടത്തുന്നുണ്ട്, പിന്നെ വിളിക്കാം. ഇവനൊക്കെ ഇനി എന്നാ വെളിവുണ്ടാകും? എന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ വെള്ളം മുങ്ങിയതുപോലെ നടപ്പെട്ടിരിക്കും. ഉള്ള കാര്യമായി പറ. ഞാൻ ഈ ഉള്ളത് പറയാന്ന് പറഞ്ഞാൽ എന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. എങ്ങനെയും ആകട്ടെ എന്നാ പറയാം. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് ഭക്തി ഉണ്ടായിരിക്കണം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം. വിളിയാൻ നോക്കുമ്പോൾ പാളയിൽ ഇങ്ങനെ ഓർഡർ കിടക്കുക. യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ. എത്ര മനോഹരം! എത്ര ക്രമത്തിലാണ് കിടക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബിലിയാമിനെ ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ ഭാഗം പറയാം. ഈ ജനത്തെ ഒതുക്കണം. അതിനെ പറഞ്ഞ് എന്തോ ചെയ്യണം? ഇവരെ ശപിക്കണം, ശപിച്ചു കൊല്ലണം. അല്ലാതെ ഇവരെ ഒതുക്കാനൊക്കത്തില്ല. കാരണം നമ്മളിങ്ങനെ വായിക്കുന്നത് അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും. അപ്പൊ ചോദിച്ചാൽ അങ്ങനെ ഇവരെ ഒതുക്കണം. അതിന്റെ പോംവഴികളിലൂടെ ഒരു പ്രവാചകനുണ്ട്, പുള്ളിയെ വിളിച്ച് ഇവരെ എല്ലാം പ്രാഗി കൊല്ലണം.
അങ്ങനെ ആള് വിട്ട് ബിലിയാമിന് കാശുമൊക്കെ കൊടുത്തു. പ്രശ്ന ദക്ഷിണ എന്നൊക്കെ പ്രയോഗമുണ്ട്, ഇഷ്ടം പോലെ കാശ്. അപ്പൊ ഈ കാശ് കൊടുത്തപ്പോൾ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു. കേട്ടാ തോന്നും പുള്ളിക്ക് കാശിനോട് താല്പര്യമൊന്നും. ആർക്കാ കാശിനോട് താല്പര്യമില്ലാതെ? എല്ലാവർക്കും കാശിനോട്. ഇന്ന് വരെ ആരേലും കർത്താവേ ഇനി എനിക്ക് 1 രൂപ പോലും തരരുതെന്ന് പറഞ്ഞ് ആരേലും വന്നിട്ടുണ്ടെന്ന് കൈ പൊക്കെന്ന് പിണങ്ങാനൊന്നുമല്ല, നിങ്ങളെ ഒന്ന് ബഹുമാനിക്കാനാ. അല്ല, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ഉപദേശിമാരാണ് ഇവിടെ വരുന്നത്, കാശിന് വരുന്നതാ. അല്ല, ആത്മഭാരം കൊണ്ടാണ് അമേരിക്കയ്ക്ക് വരുന്നത്. കാവാലത്തിരുന്നപ്പോ ആത്മഭാരം കയറി അന്ന് വിമാനത്തിൽ കയറി ന്യൂയോർക്ക് വരെ. ആത്മഭാരം കയറുക കാവാലത്തിനപ്പുറം കുട്ടമംഗലം കൈനഗിരിയില്ല, അങ്ങോട്ട് പോയിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്നെ പ്രതിയാക്കിയ പറഞ്ഞു തന്നെ എല്ലാവരും ഇവിടെ വരുന്നത് അതിനാ. ഉള്ള കാര്യം പറച്ചിട്ട് പറയുന്നത് തന്നെ. പക്ഷെ അങ്ങനെ ലഭിക്കുന്നത് നീതിക്ക് നിരക്കാത്തത് വേണ്ട. ചതിവ് കാണിച്ച്, വഞ്ചന കാണിച്ച്, സൂത്രം കാണിച്ച്, തന്ത്രം കാണിച്ച് ഒന്നും നമ്മുടെ കൈ കാണരുത്. കൈവെടിപ്പായിരിക്കണം. അത് ഓഫീസിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏത് രംഗത്തിലാണെങ്കിലും കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. അപ്പൊ ഈ ബിലിയാമ് കാശൊത്തിരി കൊടുത്തു ബാരാക്ക്. അപ്പൊ പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും. 12 വാക്യാണോ റോസമാണേ വായിച്ചേ? ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയും. എങ്ങനുണ്ട്? നല്ല എന്ത് സുന്ദരമായ പ്രയോഗമാണ്. ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും. വെള്ളി പൊന്നെന്ന് ഉദ്ദേശിക്കുന്ന കാശാണ്, പണമാണ്. അപ്പൊ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പുള്ളി പറയാം, ബാലാക്ക് എനിക്ക് എത്ര പണം തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ചുമ്മാ പറഞ്ഞത്. ഞാൻ സഹിതം പലരും പറയത്തില്ല എനിക്ക് ദൈവമക്കളെല്ലാം ഒരുപോലാണ്. ചുമ്മാ പറയാം. കൈ കൊടുക്കുന്നത് തന്നെ നമ്മൾ ആളെ തരം നോക്കി ഇച്ചിരി പിടിപ്പം പത്രാസുള്ള അച്ഛനെ കൈ കൊടുത്താൽ എന്ത് ചെയ്ത് പുള്ളി വിട്ടാലും നമ്മൾ ഇങ്ങനെ ഷെയ്ക്കാൻ തന്നെ. പുള്ളിക്ക് കൈ വിട്ടേച്ച് വേറെ കൈ കൊടുക്കും, എന്നാലും നമ്മൾ വിടുകയില്ല. അതേസമയം കാശും പത്രാസും പ്രൗഢി ഇല്ലാത്ത പുള്ളിക്ക് അന്നേ 3 പേരിൽ ഇങ്ങനെ തൂത്തയച്ച് പോകും. ചെല്ലുവിന് അതും ഇങ്ങനെ പുൽപ്പിറ്റിൽ നിന്ന് നമ്മൾ പറയുന്നത് എന്നെ നിങ്ങളെല്ലാം കഷായം കുടിച്ച പോലെ ഒരു ഷെയ്പ്പുകളിൽ ഉള്ള പറയും. അദ്ദേഹം പറയാം, ആരോഗ്യം എനിക്ക് ഗൃഹം നിറച്ച് പണം തന്നാൽ വെള്ളിയും പൊന്നും പണം തന്നാലും ഞാൻ പ്രമാണം വിട്ട്. ഈ പുറമെ പറഞ്ഞത് എങ്ങനെ? ഈ ദൈവവചനമായിരുന്നു ദൈവം ഹൃദയങ്ങളെ അന്തര്യങ്ങളെ. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറഞ്ഞത്, ദൈവമേ നീ എന്നെ ശോധന ചെയ്തു, എന്നെ നടപ്പും. പിന്നെ 139 ഒന്നല്ലേ? ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. എന്റെ നിരൂപണം ഈ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ വരെ അറിയുന്നവനാ ദൈവം. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എന്റെ നാവിന്മേലില്ല. ഒരു വാക്ക് എന്റെ നാവിന്മേലുമില്ല, ഹൃദയത്തിലുമില്ല. ദൈവം ഇതെല്ലാം നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണമോ. ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ അത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. ഈ പരിജ്ഞാനം നമ്മളെ നല്ലതുപോലെ
ശോധന ചെയ്യുന്നൊരു ദൈവമാണ്. സ്തോത്രം. പുറമെ ഇദ്ദേഹം പറഞ്ഞു, ബാരാക്ക് എനിക്ക് വീട് നിറച്ച് പണം തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും ഈ തമ്പുരാൻ ഇവന്റെ ഹൃദയം നോക്കും. നമ്മളെല്ലാം പുറമെ നോക്കി അഭിപ്രായം പറയുന്നവരാണ്. ഡ്രസ്സ് നോക്കി, മുഖം നോക്കി, മുടി ചീകുന്നത് നോക്കി, മുടി വെട്ടുന്നത് നോക്കി, അല്ലെങ്കിൽ വാച്ച് നോക്കി, മൊബൈൽ നോക്കി, വന്ന വണ്ടിയുടെ വില നോക്കിയൊക്കെയാണ് നമ്മൾ അഭിപ്രായം. ഇല്ല, ഒരാൾ വരുമ്പോഴേ നമ്മൾ വണ്ടി നോക്കും, പിന്നെ അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈല് നോക്കും, ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പകിട്ട് എന്നിട്ട് നമ്മൾ വില വെക്കുക. അതേസമയം വലിയ വണ്ടിയും മൊബൈലും പൈസ ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ അതോ ഒന്നും അറിയാത്തതുകൊണ്ടാണ്? ഉള്ള കാര്യമായി പറയുന്നത് ഇല്ലേ? സഭയിലാണെങ്കിലൊക്കെ ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ അങ്ങനെ ചില പ്രൗഢി പത്രാസുകളുടെ കാണാൻ നമ്മൾ പിടിച്ച് മുന്നിലിരുത്തും, പുള്ളിയെ നമ്മൾ കൂടെ കിളത്തും. ചെറിയ കമ്പനി ജോലിയാണെങ്കിൽ വലിയ താല്പര്യമൊന്നും കാണുകയില്ല. ഫാർമസിയും വലിയ ആറിനും ഒക്കെ ആണെങ്കിൽ എല്ലാവരും എപ്പോഴാണ് നടക്കുന്നത്? തോന്നുന്നത് ഇച്ചിരൂടെ ഗുണമാകുന്നെങ്കിൽ ഇച്ചിരൂടെ ഗുണമാകട്ടെ. നിങ്ങൾ മാത്രമല്ല, ഓൺലൈനിലുണ്ടല്ലോ ചിലത് വെളിയിലൊന്നും ഗുണമാകട്ടെ. പ്രസംഗിക്കുന്ന ഞങ്ങളും ശരിയാകട്ടെ. ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും നന്നായിട്ടാണ്. ഹൃദയത്തിൽ ഇരിക്കുന്നത് വേറെയാ, പക്ഷെ പുറമേ പറഞ്ഞത് മറ്റൊന്നാ. പുറമേ പറഞ്ഞ് എനിക്ക് വീട് നിറച്ച് പണം തന്നാലും ഞാൻ തമ്പുരാൻ ഈ ചില അസുഖങ്ങൾ സ്കാൻ ചെയ്താലേ പിടി കിട്ടും. ചില അസുഖങ്ങൾ ചില നല്ല ഡോക്ടർമാർക്ക് ചിലപ്പോൾ ലക്ഷണം കാണുമ്പോൾ അറിയാം, എന്നാൽ ചില പിടി കിട്ടില്ല. അതിന് ഡോക്ടേഴ്സ് പറയും ഒന്ന് സ്കാൻ ചെയ്തേച്ച്. നാട്ടിലൊക്കെ ഇത് ബിസിനസ് ആയതുകൊണ്ട് ഇവർ പറയുന്നിടത്ത് സ്കാൻ ചെയ്യുക മാത്രമല്ല, വേറെ ഒരു സ്ഥലത്തും കൂടെ കാരണം ഇതിൽ ബിസിനസ്സാണ്. നാട്ടിലൊക്കെ ആശുപത്രിയിലോട്ട് ചെന്ന് ചുമ്മാ നിൽക്കുന്നവരെയും പിടിച്ച് പരിശോധിക്കും. ഒരു പനിക്ക് അങ്ങോട്ട് ചെന്ന ഉടനെ അങ്ങ് പരിശോധനയാണ്. കാരണം മിഷനെല്ലാം മേടിച്ച് വെച്ചിരിക്കുക, വേറെ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നത്. അതെല്ലാം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട. ഒരുത്തന്നെ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ പുള്ളിയെ ഓട്ടോയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ഓട്ടോക്കാരനെ പോയി അവനോട് പുള്ളിയെ അങ്ങോട്ട് കയറ്റിച്ച് അവനോടാണ് പപ്പനെ സ്കാൻ ചെയ്യാം. ഞാൻ എൻ്റെ ഓട്ടോയിൽ അയാളെ അങ്ങനെ എന്തല്ലോ കൃത്രിമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ അതിന് ഭയങ്കര പരസ്യമാണ് നാട്ടിലൊക്കെ. തിരുവല്ലയിലൊക്കെ നിങ്ങൾ വന്നാൽ കാണാം ഭയങ്കര സകല ഹൃദയങ്ങളും പറയും വരുമല്ലോ. വേറെ റിപ്പോർട്ട് കണ്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളെന്ന് ബിലീവേഴ്സ്. പുള്ളിയും നമ്മളും എല്ലാം വർഷങ്ങളായിട്ട് പറഞ്ഞ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇപ്പൊ അതെല്ലാം തിരിഞ്ഞു ഒറ്റ വഴിയേ ഉള്ളൂ. അതെ, അപ്പൊ ചില അസുഖങ്ങളെ പിടികിട്ടത്തില്ല, അതിനെ അവർ പറഞ്ഞ സ്കാൻ ചെയ്യാൻ. അപ്പൊ ഡോക്ടർ പറയുന്നിടത്ത് ഒന്ന് സ്കാൻ ചെയ്തേക്കണം, ഉടക്കണ്ട. കടം മേടിച്ചാലും പറയാത്ത സ്ഥലത്തോടൊന്ന് രണ്ടും സെയിം റിപ്പോർട്ടാണെങ്കിൽ ചികിത്സയ്ക്ക് ഏൽപ്പിക്കാം. അല്ലാതെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാണ് കീറിക്കൊള്ളാൻ പറയരുത്. രണ്ട് അപ്പൊ ഈ പുറമേ പറഞ്ഞു ഗൃഹം നിറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ പ്രമാണം വിടുകയില്ല. അപ്പൊ തമ്പുരാൻ ഈ രണ്ട് സ്കാനിങ്, ബിലിയാമിന്റെ ഹാർട്ട് രണ്ട് സ്ഥലത്തെ സ്കാനിങ്, രണ്ട് സ്കാനിങ് റിപ്പോർട്ട് ഒന്നാണ്. വായിച്ച് 3 വാക്യം വായിക്കണം. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും യൂദയുടെ ലേഖനം അതിന്റെ 14-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും പിന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും. ആകെ പത്രോസിന്റെ 2-ാം ലേഖനം 2-ന്റെ 14, 15 വായിച്ചു. അവർ നേർവഴി വിട്ടുതെറ്റി ബയോരിന്റെ മകനായ ബിലിയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ പുള്ളി പറഞ്ഞു ഗൃഹം നിറച്ച് വെള്ളി കൊണ്ട് തന്നാലും എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ സ്കാനിങ് റിപ്പോർട്ട് പറഞ്ഞത് ഇവൻ കൂലി റിപ്പോർട്ട് വന്ന യൂദാ 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായിന്റെ
കയ്യിന്റെ വഴിയിൽ നടക്കുകയും ആ. കൂലി കൊതിച്ച് ആ. ബിലയാമിന്റെ കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചന. മതി. 2 സ്കാനിംഗ് റിപ്പോർട്ടും അങ്ങനെയുണ്ട്. ഞാൻ വേറെ ആരെയും കുറ്റപ്പെടത്തില്ല, എന്നെ പ്രതിയാക്കി പറയാം. 1-ാം പ്രതി ഞാൻ. പൗലോസ് പറഞ്ഞ പോലെ ആ പാപികളിൽ ഈ പുൾപിറ്റ് നിൽക്കുമ്പോൾ മൈക്ക് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളും എല്ലാം നല്ല വകുപ്പ് പറയും. ഇല്ലേ? പറയും. 1-ാം പ്രതി ഞാൻ. ഈ പറയുന്നത് പോലാണോ ഇത് കഴിഞ്ഞ് നമ്മൾ ആൾക്കാരോട് ഇടപെടുന്നത്? ഒരപ്പത്തിൻ്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. ശരീരത്തിൻ്റെ അവയവമാണ്. സ്നേഹിക്കണം. അതിനെപ്പറ്റി നമ്മൾ പഠിച്ച് പിന്നെ എല്ലാം നല്ല പഠിത്തം നല്ലതാണ്. അഗാപ്പെ അതെത്രയായിട്ട് പകുത്ത് പറയാമെങ്കിലും അറിയാം. അഗാപ്പെ പറയുന്ന പുള്ളി അനിയനുമായിട്ട് കൊണ്ടിട്ട് 5 വർഷമായി. വിഷയം എന്നാ? സംസാരിക്കുമ്പോഴേ ഇന്നത്തെ വിഷയം കൂട്ടായ്മ എന്തെങ്കിലും കൊയിനോനിയ അല്ലേ? അപ്പുറത്തെ സഭ യോഗം വെച്ചാൽ ഉടനെ വാശിക്ക് പറയാൻ വെക്കും. എന്തുവാ വിഷയം എന്നാ? എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം. ഹൃദയം ദൈവം അറിയുക. അപ്പൊ ഈ സംഖ്യാപുസ്തകം 22:18 പറഞ്ഞു, ഗൃഹം നിറച്ച് പണം തന്നാലും ഞാൻ പ്രമാണം വിടുകയില്ല. പക്ഷെ സ്കാനിംഗ് റിപ്പോർട്ട് 2 സൈമ കൂലി കൊതിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ്. ഇത് അനീതികളതാണ്. അതാ ഞാൻ പറഞ്ഞത്. നമുക്കെല്ലാം പണം വേണം. നിങ്ങൾക്കും വേണം, എനിക്കും വേണം, എല്ലാവർക്കും വേണം. നിങ്ങളിവിടെ ജോലി തേടി വന്നത് പണം ഉണ്ടാക്കാനാണ്. അതെ, ദൈവദാസന്മാരാകുന്ന ഞങ്ങളുമൊക്കെ വിസിറ്റിങ്ങിന് വന്നത് ശുശ്രൂഷ ദൈവം തരുന്നതനുസരിച്ച് നല്ലൊരു പണമാണ്. അത് കുറ്റമല്ല. പക്ഷേ അനീതികളുടെതൊന്നും കയ്യിൽ കാണരുത്. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത, അവൻ ദൈവവചനത്തിന് നിരക്കാത്തതൊന്നും എന്റെയും നിങ്ങളുടെയും കൈവശം കാണരുത്. ദൈവസന്നിധി കൈ മലർത്തുമ്പോൾ ഇത് വെടിപ്പായിരിക്കണം. സ്തോത്രം. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച്, നാട്ടിലെ ഭാഷ പറയുക, പാര വെച്ച് പോർപ്പുട വെച്ച് ഉപദ്രവിച്ച് 1 രൂപ നമ്മുടെ കയ്യിൽ കാണരുത്. ഇപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം വന്നിരിക്കുക. യൂട്യൂബ് നല്ല ഉദ്ദേശത്തിനായി ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരെ തേജോവധം ചെയ്തും അവരെ ആക്ഷേപിച്ചും ഒക്കെ കാശുണ്ടാക്കുക. ഇതൊന്നും ഗുണം വരികയില്ല. സന്തതിക്കും ഗുണം വരികയില്ല. സന്തതിക്കും ഗുണം വരികയില്ല. കാരണം ഇത് നീതിയായിട്ടുള്ളതാണേ കുഴപ്പമില്ല. ഇപ്പൊ പ്രസംഗം എല്ലാവരും കേൾക്കണം, എല്ലാവരും നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇടുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അതിനൊരു പ്രത്യേക തലക്കെട്ട്, ഈ പുള്ളി അറിയാത്ത രീതിയിലുള്ള തലക്കെട്ടാണ് കൊടുക്കുന്നു. എന്തിനാ? അനേകർ ഇതിനകത്ത് ഇത് കണ്ടുകൊണ്ട് കയറണം. അങ്ങനെ കയറുമ്പോൾ ഈ ചെയ്ത പുള്ളിക്ക് പൈസ കിട്ടും. ആ കാശ് അത്ര ഗുണം വരുമെന്ന് തോന്നുന്നില്ല. നല്ലത് ഗുണം വരികയല്ല. യവനും വരികയല്ല, ഇവന്റെ സന്തതിക്കും വരികയല്ല. നിങ്ങളെ കുറിച്ച് നോക്കുക. എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കടത്തിരിക്കാലും നിങ്ങൾ എന്നെ ദൈവത്തിന് മഹത്വം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും പ്രിയരെ, ചതിച്ച് വഞ്ചിച്ച് ഒരുത്തനെ നശിപ്പിച്ച് 10 രൂപ കൈവശം വരരുത്. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്ര ന്യായമൊക്കെ മറച്ചു കളഞ്ഞ് ഒന്നും വരുത്തരുത്. ദൈവത്തിന് സ്തോത്രം. അതിനെ ഭാഗം വിടുക. ബിലിയാമിന്റെ അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി. എന്തിനേറെ കാശുമല്ല ഇഷ്ടം പോലെ മേടിച്ചിട്ട് ബാരാക്ക് പറഞ്ഞു, ഈ ജനത്തെ പ്രാഗി കൊല്ലണമെന്ന് പറഞ്ഞു. ഇയാള് പ്രാകാനായിട്ട് വന്നു. പ്രാകാനായിട്ടാ വരുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സാണ്. അപ്പം ബാരാക്ക് പറഞ്ഞു, കാശ് മേടിച്ചു വെച്ച് നീ വരെയെല്ലാം അനുഗ്രഹിക്കുക. അപ്പം ബിലിയാം പറഞ്ഞു, എന്നെ വെച്ചാൽ പ്രാഗിക, പക്ഷെ വരുന്നത് മുഴുവൻ. അപ്പം മറ്റുമ്പോൾ ഞാൻ കാശ് കളി കിടക്കുന്നു. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ബിലിയാം പറയുന്നത് മുഴുവൻ
സുഭാഷിതമാണ്, നല്ല കാര്യമാണ്. ശപിക്കാനാ വരുന്നെങ്കിലും വായിന്ന് വരുന്നത് മുഴുവൻ സുഭാഷിതം. അങ്ങനെ എഴുതിയിരിക്കുന്നത് സുഭാഷിതം. 4 വാക്യം വായിക്കണം. 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 23-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 4 വാക്യം വായിക്കണം. 23-ന്റെ 7, 23-ന്റെ 18, 24-ന്റെ 3, 24-ന്റെ 15. 4 വാക്യം വായിച്ചേ. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. സുഭാഷിതം ചൊല്ലി. നല്ല പദങ്ങളാ. സുഭാഷിതം. ഇനി 18. അവൻ സുഭാഷിതം ചൊല്ലി. അവൻ സുഭാഷിതം ചൊല്ലി. അത് നല്ല പ്രയോഗമാ. 24:3. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. സുഭാഷിതം ചൊല്ലി. 15. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. സുഭാഷിതം ചൊല്ലി. ശ്രദ്ധിച്ചോ, ഈ 4 വാക്യത്തിന് കൊടുത്തിരിക്കുന്ന പ്രയോഗം സുഭാഷിതം ചൊല്ലി, സുഭാഷിതം ചൊല്ലി, സുഭാഷിതം ചൊല്ലി, സുഭാഷിതം. നല്ല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ബിലിയാമിന്റെ ഉപദേശമാണ്. വെളിപ്പാട് 2:14. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഉണ്ട്. ഇസ്രായേൽ മക്കൾ ആ. വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ആ. ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ആ. ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം. ബിലിയാമിന്റെ ഉപദേശം. അപ്പോൾ നിങ്ങൾ, ഞാനും വായിച്ചതാ, സംഖ്യാപുസ്തകം മുഴുവൻ പഠിച്ചാൽ ബിലിയാമിന്റെ ഉപദേശം കാണുന്നില്ല. കാരണം പറഞ്ഞതെല്ലാം സുഭാഷിതമാണ്. ഏതാ? സുഭാഷിതം, സുഭാഷിതം, സുഭാഷിതം. ഞാനത് മുഴുവൻ വായിച്ചപ്പോഴെല്ലാം ഇവന്റെ ഉപദേശം ഒന്നും ഇവിടെ കാണുന്നില്ല. എല്ലാം സുഭാഷിതമാണ്. നല്ല കാര്യമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു പോയി. പക്ഷേ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനം കാശ് കൊടുത്ത പാരാഗ് പറഞ്ഞ കളി നിർത്തിയേച്ച് നീ ഒതുക്കിയേച്ച് പോകണമെന്ന് പറഞ്ഞു. കാശ് തന്നതാണ്. അപ്പം അവൻ പറഞ്ഞ എൻ്റെ അച്ഛൻ വായിന്ന് വരുന്നതെല്ലാം സുഭാഷിതമാണ്. പിന്നെ അങ്ങനെ ഇതിന് പണിയുണ്ടെന്ന് പറഞ്ഞു. ഇവനിതെല്ലാം പറഞ്ഞ് പോകാൻ നേരത്ത് ഒരു ചെറിയ ഒപ്പിച്ച് പോയി. ഇനി ശ്രദ്ധിച്ച് വിഷയത്തോട് താതാത്മ്യപ്പെട്ട് വേണം വായിക്കാൻ. 24-ാം അധ്യായത്തിന്റെ 23 സ്ഫുടമായിട്ട് ഉറക്കെ ഒന്ന് വായിക്കണം. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. പിന്നെ അവൻ ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. അപ്പൊ ശ്രദ്ധിച്ചേ, മറ്റ് 3-4 വാക്യത്തിൽ സുഭാഷിതം 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 സുഭാഷിതം. മലയാളത്തിൽ അത് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തേക്കുന്നത്. പിന്നെ അവൻ ഈ സുഭാഷിതം. ചില വാക്യങ്ങള് മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കണം. ചില വാക്യങ്ങൾ കുറച്ചുകൂടെ ഗ്രഹിക്കണമെങ്കിൽ മലയാള ഭാഷ നല്ലതാ. മലയാളത്തിൽ തന്നെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ എന്നാൽ ചിലത് തമിഴിൽ കുറച്ചുകൂടെ എഫക്റ്റാണ്. അപ്പം ഈ 4 വാക്യത്തിൽ സുഭാഷിതം 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 നല്ല കാര്യം പറഞ്ഞു. പോകുന്ന പോക്കിന് പിന്നെ അവൻ ഈ സുഭാഷിതം. അതാണ് അവന്റെ ഉപദേശം. ഈ സുഭാഷിതം. എന്തുവാ ബിലിയാമിന്റെ ഉപദേശം? ബിലിയാമിന്റെ സുഭാഷിതം. അത് വെളിപ്പാടിൽ ഇപ്പൊ വായിച്ചല്ലോ. 1, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം. അതാ ഒരു ഉപദേശം. വിഗ്രഹാർപ്പിതം തിന്നണം. 2, തൂനടപ്പ്. അപ്പൊ ഇതിനെപ്പറ്റി വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇവൻ ചെയ്ത വിന. സംഖ്യാപുസ്തകം 31-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ. 31:16. ഉറക്കെ വായിക്കാം. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലിയാമിന്റെ ഉപദേശത്താൽ 1, ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനിടയാക്കി. അതാരാ? ബിലിയാം ഒപ്പിച്ചതാ. ഇസ്രായേൽ മക്കൾ യഹോവയോട്. 2, അടുത്തത് യഹോവയുടെ സഭയിൽ ബാധ വരാനും ഹേതുവാക്കി. കണ്ടോ? ഇവ മുഖാന്തരം സഭയ്ക്കകത്ത് 2 പ്രശ്നം. 1, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനത്തെ
ക്രമീകരണത്തിലേക്കും വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും പ്രമാണത്തിലേക്കും നടത്തേണ്ട നടത്തിപ്പുകാര് ജനത്തെ കയറടിച്ച് കെട്ടടിച്ചു വിടുക. അങ്ങനെ വിട്ടാൽ ഇവര് ദൈവത്തോട് ദ്രോഹം ചെയ്യുക. എന്നെ പ്രതിയാക്കി പറയാ, നമുക്ക് കുറച്ച് പൈസ എങ്ങനെയും കിട്ടണം. ആ പൈസയോടുള്ള ആഗ്രഹം കൊണ്ടും ആർത്തി കൊണ്ടും പ്രമാണത്തിനായോ വരുത്തുക. ചില ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട്, നമ്മൾ 2 or 3 കൊല്ലം ഇവിടെ ജീവിക്കുന്നു, ഇവനേലും എങ്ങനെയും ഒക്കെ ജീവിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ഒരാളെന്നോട് പറഞ്ഞു, അച്ഛാ കൊച്ചിനെ പഠിപ്പിക്കണം, അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ, ഇതെല്ലാം കാര്യമായിരുന്നു, നമ്മളിനി പ്രമാണ ഉപദേശം പറഞ്ഞു ഇവനെല്ലാം കൂടെ അപചാരമിട്ട് നമ്മളെ എങ്ങാനും ഓടിച്ചാൽ കൊച്ചുങ്ങളുടെ ഭാവി നിങ്ങൾ ഞാനിങ്ങനെ നോക്കുന്നത്. അതുകൊണ്ട് അവനൊക്കെ എങ്ങനെയും ഒക്കെ എങ്ങനെയും ജീവി. നമുക്ക് സ്തോത്രം. ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ ഇവ കെട്ടിയിട്ടുണ്ട്, പക്ഷെ കയറിന് ഭയങ്കര നീളമാണ്. 2 കെട്ടുണ്ട്, ഒന്ന് കഴുത്തിൽ കൊണ്ടൊന്ന് സഭ രജിസ്റ്ററിൽ. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ മേയേണ്ടിടത്തെല്ലാം പോയി അങ്ങ് മേയും. ശനിയാഴ്ച ആകുമ്പം വാട്സപ്പിനകത്ത് വരെ മെസ്സേജ് ഇടുക, നാളെ കാണുമല്ലോ, വലിക്കുക. മനസ്സിലാകുന്നില്ല. തിങ്കൾ മുതൽ ശനി വരെ വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം കയറി മേയുക. കയറുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്, പിടിച്ച് ഞായറാഴ്ച ആകുമ്പോൾ കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കുമ്പോൾ എല്ലാത്തിനും ഹോളിനകത്തോട്ട് പണ്ടൊരാള് പറഞ്ഞത് ഈ വണ്ടി അധികം ഓടുകയെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് മഹത്വം. ബിലിയാമിന്റെ ഇത് പുള്ളിക്ക് കാശ് വേണം. അതുകൊണ്ട് ജനം ദൈവത്തോട് ദ്രോഹം ചെയ്യുകയും എന്തേലും ചെയ്തോട്ടെ, എനിക്കത് വിഷയമല്ല. എൻ്റെ പ്രിയപ്പെട്ടവര്, കാശ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, കൈ തന്നാലും തന്നില്ലെങ്കിലും, ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും, സഹകരിച്ചാലും സഹകരിച്ചില്ലെങ്കിലും, സ്തോത്രം, ഇതിന് യാതൊരു അയവും വരുത്തരുത്. മനസ്സിലാകുന്നുണ്ടോ? അയവ് വരുത്തിയാൽ ഭക്തന്മാര് പോകുന്നത് പോലെ പോകാൻ എനിക്ക് നിങ്ങൾക്ക് ഒക്കത്തില്ല. നമുക്ക് അടിസ്ഥാനപരമായ കാര്യമൊക്കെ നടത്തണം. അത് അമേരിക്കയിലാന്നേലും നാട്ടിലാന്നേലും ലണ്ടനിലാന്നേലും കാനഡയിലാന്നേലും ആഫ്രിക്കയിലാന്നേലും എവിടെ ചെന്നാലും ദൈവത്തിന് മഹത്വം. ഇതിനൊരു മാറ്റവും വരുത്തരുത്. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. മനസ്സിലായോ? സ്തോത്രം. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, അവിടെ ചെല്ലുമ്പോ എങ്ങനെയാ പ്രസംഗം? ഞാൻ പറഞ്ഞു, ഇവിടെ പറയാൻ പോലെ തന്നെ. പ്ലെയിനെ കയറിയാണെന്നെ പ്രമാണം മാറുമോ? പണ്ടൊരു നല്ല വഴി ഉണ്ട് കാണാൻ തച്ച് ഉണ്ട് കാണുമ്പോ കണ്ടമുണ്ടല്ല ദേവലോകം എന്ന് പറഞ്ഞ പോലെ. എടാ, വിമാനത്തെ കയറിയ പ്രമാണം മാറുമോ? ഡ്രസ് ചിലപ്പോ മാറുമായിരിക്കും. നാട്ടിലെ പോലെ ഇവിടെ തണുപ്പാ, അപ്പൊ കൈയും ബോട്ടും ഒക്കെ കെട്ടി, അത് തെറ്റൊന്നുമല്ല. ഭക്ഷണത്തിന് വ്യത്യാസം വരും. നാട്ടിൽ ആചരിക്കാക്കുരു തിരുന്നവരിവിടെ ഒന്ന് ചുമ്മാ നട്ട്സ് കഴിക്കുക ഇല്ലേ? പണ്ട് നാട്ടില് കിടക്കാൻ നേരത്ത് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ്, ഇവിടെ കഞ്ഞിവെള്ളമാണോ കുടിക്കുന്നത്? എന്ത് വെച്ചു? അത് കുറ്റമല്ല. നാട്ടിൽ ചിലപ്പം വീടിന് സാഹചര്യമൊക്കെ കുറവായിരിക്കും, പക്ഷേ ഭക്ഷണത്തിന് മാറ്റം വരാം, ജീവിതചര്യകളൊക്കെ മാറ്റം വരും. പക്ഷേ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഏത് രാജ്യത്ത് വാർത്താലും എവിടെ ചെന്നാലും എവിടെയായിരുന്നാലും ഇതിന് യാതൊരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലെന്നായി പറഞ്ഞു. സ്വർഗത്തിലേക്ക് സ്ഥിരമാണ്. എന്നോടടുത്ത് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ വലിയൊരു വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഗുണമാകാൻ താല്പര്യമുള്ളവന്മാര് വിളിക്കും.
എല്ലാരെയും സൂപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം നടക്കുകയില്ല. ഇവിടെ ചിലപ്പോ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ തണ്ട് വെച്ച വടകും പ്രതാപമുള്ള കപ്പലൊന്നും അങ്ങോട്ടില്ലേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളോ. സത്യശുദ്ധ പാതയിൽ നടന്നു ജീവനിൽ വന്നിടുന്നു സർവവും നീങ്ങി. ഓ വിദ്യ വിദ്യ സന്തോഷം ഇന്നലെ കറക്റ്റ് 9 ഞാൻ നിർത്തി. ഇന്ന് ഒരല്പസമയം മുൻപോട്ട് പോകും. അദ്ദേഹം പറഞ്ഞാൽ പോയെടുത്തോളാം പറഞ്ഞു. അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം. 9:30 മുമ്പ് ആശീർവാദം പറയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബിലിയാം ഇങ്ങനെ വാളുകൊണ്ട് വെട്ടുകൊണ്ട് ചാകാൻ ആഗ്രഹം. ഭക്തന്മാര് മരിക്കുന്നത് പോലെ അങ്ങനെ മരിച്ചില്ല. അതിന് കാരണമായി പറഞ്ഞു വരുന്നത്, ഭക്തന്മാര് മരിക്കും പോലെ മരിക്കണേ, ഭക്തന്മാർ ജീവിക്കും പോലെ ജീവിക്കണം. ഇവന് ജനത്തെ തെറ്റിച്ചു. ജനത്തെ ഞാൻ എന്നെ പ്രതിയാക്കി പറയുകയാ. 2 കുടുംബമോ 5 കുടുംബമോ 10 കുടുംബമോ 20 ഒക്കെ ആയിക്കോട്ടെ, ജനത്തെ തെറ്റിച്ചു വിടരുത്. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ കാരണക്കാരൻ ബിലിയാമാണ്. ആൾക്കാരുടെ പ്രീതിയും പ്രൗഢിയും പത്രാസും ഒക്കെ നോക്കി ഇതിന് അയവ് വരുത്തരുത്. ഇതിന് അയവ് വരുത്തരുത്. ഇപ്പൊ ചിലര് പിള്ളേരെ പേടിച്ചാൽ ഇതിനെല്ലാം അയവ് വരുത്തുന്നത്. പിള്ളേരെ മനസ്സിലാകാതെല്ലാം മനസ്സിലായിട്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. അതെ, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ 2 സഭയ്ക്കകത്ത് ബാധ വരാൻ ഇവനാ കാരണക്കാരൻ. പോകുന്ന പോക്കിന് പറഞ്ഞു ഉപദേശം ഇതാ, പിന്നെ ഇവന്മാരെ ഒതുക്കാൻ ഒറ്റ പോംവഴിയുള്ളൂ. എന്നാന്ന് ചോദിച്ചു. പോംവഴി ഇതാ, ഇവന്മാരുടെ രീതിയൊക്കെ പ്രത്യേകം. അപ്പം ഒതുക്കാൻ ഒറ്റക്കാൻ ഇവിടെ മോബാബ്യ സ്ത്രീകളില്ലേ ഉണ്ട്. അവരെ ഒരുക്കി ഇവന്മാരുടെ ഇടയിലോട്ട് വിട്ടാക്കാൻ പറഞ്ഞു. ലിപ്പിക്കുമൊക്കെ ഇട്ട് നഖത്ത് പെയിന്റും ഒക്കെ അടിച്ച് തത്തി കഴുത്തുമൊക്കെ നീട്ടി എറുകണ്ണിട്ട് വട്ടകച്ചയും പരിമളപ്പെട്ടി തകടുകൂട്ടും മോതിരവും ശാൽവയും ദർപ്പമടവും ശൂഭകടവും കണ്ണപടവും മൂടുക അറിയാമല്ലോ. 3:16 ആ പരുവത്തിന് പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങോട്ട്. അന്നേരം ഇവന്മാരെ പ്രൈസ് ആൻഡ് വർഷിപ്പും തീരും, ആരാധനയും തീരും, ഫാസ്റ്റിംഗ് പ്രയറും തീരും. ഇവന്മാര് അന്നേരം വേറെ റൂട്ട് മാറുമെന്ന് പറഞ്ഞു. ഇത് ഈ വിധത്തിൽ അങ്ങോട്ട് ചെയ്തപ്പോ ഇവന്മാര് അന്നേരം ആരാധനയും കൂട്ടായ്മയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ച് മിസ് കോള് വിട്ടു. അപ്പൊ അങ്ങോട്ട് മിസ് കോള് ഹായ്. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളല്ല ഇവന്മാരെ വിളിച്ചോണ്ട് പോയി. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കും, നമ്മളുള്ള കാര്യമാണ്. വായിച്ച് സംഖ്യ 25:1. ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായിട്ട് അമിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അടുത്ത വാക്യം. ഈ മോവാബി സ്ത്രീകൾ ജനത്തെ തങ്ങളുടെ എങ്ങനെയുണ്ട് ഇവന്മാരെ എല്ലാം കൂടെ വിളിച്ചു. അച്ഛാ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വരണം. ചെറിയ അവരുടെ സഹായം മുടക്കി ഇവന്മാർ പോകും. ഇവിടെ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. അടുത്തത് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അന്നേരം പോവും. ഇവര് അവിടെ ചെന്ന് ഭക്ഷിക്കുക മാത്രമാണോ അടുത്തത്? ദേവന്മാരെ നമസ്കരിച്ചു. അങ്ങനെ ഉണ്ടാ പ്രമാണം വിട്ടു. അപ്പൊ ഇതിന് മുഖാന്തരം വിലയാണ്. ഈ സ്ത്രീകളെ ഒരുക്കി വിട്ടപ്പോൾ ഇവര് സ്ത്രീകളിൽ ആകൃഷ്ടരായി. അവര് ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവർ ഇസ്രായേൽ മക്കൾ പോയി ഭക്ഷണം കഴിച്ചു, ദേവന്മാരെ മണങ്ങി. അങ്ങനെയുണ്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന
സ്തംഭമോ സ്തൂപമോ വിഗ്രഹമോ രൂപമോ സാദൃശ്യമോ ഒന്നും പാടില്ല. സ്തോത്രം. ഈ പ്രമാണമുള്ളവരായിപ്പോ ചെന്ന് വണങ്ങി മാത്രമാണോ കഴിച്ച് വണങ്ങി. അതുകൊണ്ട് സംഭവിച്ചത് സഭയ്ക്കകത്ത് ബാധ വന്നു. എത്ര പേരാ ബാധയാൽ നശിപ്പിക്കപ്പെട്ടത്? 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കാം. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേര് ഒറ്റയടിക്ക്. അപ്പൊ 24,000 പേര് പട്ടുപോകാൻ മുഖാന്തരം കാരണക്കാരൻ ബിലിയാം. സഭയ്ക്കകത്ത് ബാധ ഉണ്ടായി. എന്റെ പ്രിയരെ, ഞാനും നിങ്ങളും മുഖാന്തരം സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും യോജിക്കാൻ പറ്റാത്തത് കാര്യം ഒഴിഞ്ഞു മാറിയേക്കണം. ഈ വന്ന കാലത്തൊക്കെ അങ്ങനെ നോക്കും. അതെ, ഒന്നും മിണ്ടാൻ. വചനം പറയുമ്പോൾ തീർത്ത് പറയണം, ഉപദേശം പറയണം. അതല്ല ഞാനീ പറഞ്ഞത്. അല്ലാതെ ഒരു പ്രശ്നത്തിനകത്ത് നമ്മൾ ഇന്ന് തല ചെല്ലുമ്പോൾ ജോലി കുട്ടി ഇവിടെ ഒട്ട് ഉപ്പിട്ട് ഫാസ്റ്റേ മാറ്റാൻ എവിടെ വേണ്ടത് വെപ്പാനോ വേണ്ടത് അങ്കച്ചൻ്റെ അവന് കിട്ടും. അവൻ ഇന്നലെ കിട്ടും. ആ ഒപ്പാൻ്റെ അത് ജോർജ് കുട്ടി പുള്ളി എപ്പോൾ കിട്ടും? പുള്ളി 2 ദിവസം മുമ്പേ ഇട്ടതാ. ഓ, എല്ലാവരും വിട്ടല്ലേ? ഓ, നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല പാവത്തുകൾ. സ്തോത്രം. സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും മുഖാന്തരം ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവം വിടുകയല്ല. അതിനാ സഭ തങ്കച്ചന്റെയും പാപ്പച്ചന്റെയും ജോർജ് കുട്ടിയുടെയും കടയാച്ചന്റെയും ജോയിച്ചാന്റെയും ഒന്നുമല്ല. സഭ കർത്താൻ. ഈ നമ്മുടെ സഭയാണെന്ന് പറഞ്ഞ അതിന് ഒപ്പീരല്ല. എന്റെ സഭ, ഞങ്ങളുടെ അച്ചായന്റെ, എന്റെ ചേട്ടന്റെ സഭയാണ്. ഒരാൾ എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, ചേട്ടൻ എപ്പോഴാ രക്തം ഊറ്റിയെ? സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് യേശുവാ. നമ്മൾ ഈ സഭയ്ക്കൊക്കെ ചേർന്ന് ഈ പ്രശ്നമെല്ലാം പലരും ഉണ്ടാക്കുന്നത് നമ്മുടെയാണെന്ന് പറഞ്ഞ അല്ല, സഭ കർത്താവിന്റെ. അതുകൊണ്ട് ഞാൻ വളരെ ഭയത്തോടാ പറയുന്നത് കേട്ടോ. ഞാൻ മുഖാന്തരം നിങ്ങൾ മുഖാന്തരം സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടാകരുത്. അഥവാ എന്തേലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മുഖാന്തരം അത് പരിഹരിക്കണം. നമ്മൾ മുഖാന്തരം അത് എരുതിക്കകത്ത് എണ്ണ പോലും ഒഴിക്കരുത്. അഥവാ ഒരാളൊരു പ്രശ്നമായിട്ട് വരിക, ബ്രദറെ നമുക്ക് സഹോദര അങ്ങനൊന്നും അല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകം വിട്. എന്നാ അഭിഷേകം? ശാന്തമാണ്. ഇത് ഇവിടെ പറഞ്ഞതിരിക്കട്ടെ, വേറെ ആരോടും ചെന്ന് പറയരുത്. ഇന്ന് കൊണ്ടത് നടത്തണം. മുട്ടായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. ആ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം. അല്ലെ വിക്രിക്ക് വേണ്ടി ഇതായിരിക്കണം നമ്മുടെ നടപടി. ഇതങ്ങനെ ആണോ മിക്കവരുടെ? നമ്മളിത് എല്ലാവരും അറിയിച്ചു ഇല്ല, പെട്ടെന്ന് അറിയിക്കില്ല. നമുക്ക് അടിയന്തര കമ്മിറ്റി എവിടെ കൂടും? നമുക്ക് ബേബിയുടെ വീട്ടിൽ കൂടാം. ബേബിയുടെ വീട്ടിലാകുമ്പോൾ ആരും നിർത്തുക. ഞാൻ എന്തിനാ നമ്മളെ മുഖാന്തരം ഒന്നും മരരുത് സഭയ്ക്കകത്ത്. ബിലിയാം ബാധ കൊണ്ട് വെട്ടുകൊടുത്ത് മരിക്കാൻ കാരണം 2 കാരണമാണ്. ഒന്ന്, സഭയ്ക്കകത്ത് ബാധ വരുത്തി. 2, ഇസ്രായേൽ മക്കളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് 10 മരിക്കുന്ന പോലെ മരിക്കാൻ സാധിച്ചില്ല. ഹൃദയത്തിലെ ആഗ്രഹം നടന്നില്ല. ഞാൻ പെട്ടെന്ന് നിർത്തുക, 9:30 വരെ എടുക്കുന്നില്ല. നിർത്തുക. ഒരു കാര്യം കൊണ്ട് അതിന് മറുവശം കൂടെ പറഞ്ഞ് നിർത്തിയെങ്കിലേ ഒക്കുള്ളൂ. എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹം നടന്നൊരു വ്യക്തിയുണ്ട്. അത് ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്താം. ഇന്ന് പകലും ഞാനത് സംസാരിച്ചു. മറ്റാരുമല്ല, 7ാം തലമുറക്കാരനാകുന്ന ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം 24 വായിച്ചു. 24 ഹാനോക്ക് ദൈവത്തോട് കൂടെ മതി. അപ്പൊ ഹാനോക്കിന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ മതി. തന്റെ ആഗ്രഹം ദൈവത്തോട്. നിങ്ങൾ 5-ാം അധ്യായം പഠിച്ചാൽ ഈ 5-ാം അധ്യായത്തില് വേദപുസ്തകത്തിൽ 3-4 ഹാനോക്കുണ്ട്.
ഇത് 7-ാം തലമുറക്കാരൻ ഹാനോക്ക്. കാരണം ആദാമ്, ശേത്ത്, ഏനോഷ്, കേനാന്, മകലില്, യാരദ്, ഹാനോക്ക്, പിന്നെ മെഥൂശലഹ്, ലാമക്ക്, നോഹ, അങ്ങനെ 10. അപ്പൊ 7-ാം തലമുറക്കാരൻ ഹാനോക്ക്. ഈ ഹാനോക്കിന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ, ഇതാണ് ആഗ്രഹം. നല്ല ആഗ്രഹം ദൈവം നിറവേറ്റി തരും. നിങ്ങൾ 5-ാം അധ്യായം പഠിച്ചാൽ അവിടെ ഓരോരുത്തരെ പറ്റി എഴുതിയെടുത്തെല്ലാം ആ കണ്ണിക്ക് തീരുമിങ്ങനെ പിന്നെ അവൻ മരിച്ചു. 5-ാം വാക്യം വായിച്ചേ, 5:5. ആദമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരം. പിന്നെ അവൻ മരിച്ചു. അങ്ങനെ പിന്നെ അവൻ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഏനോഷിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. അതാ വായിച്ചു. ഇനി 14. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരം. പിന്നെ അവൻ മരിച്ചു. 17. മഹലീലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോ ഓരോ കണ്ണിങ്ങനെ തീരുമ്പോഴെല്ലാം പിന്നെ അവൻ മരിച്ചു. എന്നാൽ 24-ാം വാക്യം വായിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ അവൻ മരിച്ചെന്നല്ല, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ആണ്. മുമ്പുള്ള എല്ലാവരെയും പറ്റി പറഞ്ഞു നിർത്തുന്നത് പിന്നെ അവൻ മരിച്ചു. തോമാച്ചാൻ എത്രയും തപ്പുന്ന കൊള്ളായിരുന്നു. ഇതിനും വേണ്ട തപ്പ്. പിന്നെ അവൻ മരിച്ചു. പക്ഷെ ഹാനോക്കിനെ പറ്റി എഴുതിയിരിക്കുന്നിടത്ത് പിന്നെ മരിച്ചെന്നല്ല, ദൈവത്തിന് മഹത്വം. ആ തലമുറയിൽ ഹാനോക്കിന് ആയുസ് കുറവായിരുന്നു. എല്ലാം കൂടെ 360. തന്റെ അപ്പന് യാരദിന് 962 വയസ്സ് ഇല്ലേ? തന്റെ മകൻ മെഥൂശലഹിന് 969. അപ്പൊ അപ്പനും ദീർഘായുസും മകനും ദീർഘായുസ്. പക്ഷെ ഹാനോക്കിന് ആയുസ് കുറവാണ്. ഞാനിന്ന് പകരം പറഞ്ഞു, നമ്മുടെ ആൾക്കാരത് പറയും, ഓ ഒരു ഭാഗ്യം കേട്ടവനാകട്ടെ, ഭാഗ്യം കേട്ടോ. ചെറുപ്പത്തില് കടന്നുപോയി. ചെറുപ്പത്തിൽ പോയത് എങ്ങോട്ടാ? അതാ വിഷയം. ദീർഘായുസ് വരെ ഇരുന്നച്ച് പോകുന്നത് പരമക്കാടിലാണല്ലോ. 105 വയസ്സ് വരെ ഇരുന്ന് പോയത് എങ്ങോട്ടാ? നിങ്ങൾ ശ്വാസം പിടിക്കുന്നതിനെ സ്തംഭിക്കുന്നത്. ശ്വാസോച്ഛ്വാസം നടക്കട്ടെ. വലിയ അസുഖം വന്നാൽ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. ഞാൻ വചനത്തിൽ നിന്നൊരു കാര്യം പറയുന്നല്ലേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. എന്റെ ബഹുമാന്യനായി പ്രിയപ്പെട്ടവരെ, ഇവിടെ എത്ര കൊല്ലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ നീ എത്ര കൊല്ലം ദൈവത്തോടു കൂടെ ഉണ്ട്. ആ 365 വർഷമേ ജീവിച്ചുള്ളതിൽ 300 വർഷവും ദൈവത്തോടു കൂടെ. 300 കൊല്ലം. ആമോസിന്റെ പർവ്വതത്തിലുണ്ട് 2 പേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? ഞാൻ ഇന്ന് പകലും പറഞ്ഞു, ദൈവം ഹാനോക്കിനോട് ഒക്കുകയല്ല, ഹാനോക്ക് ദൈവത്തോടൊക്കുക. ഇപ്പൊ നമ്മുടെ ആരാധനയിലും കൂട്ടായ്മയിലും ശുശ്രൂഷയിലെല്ലാം നമ്മൾ ദൈവത്തെ ഇങ്ങോട്ടങ്ങ് പ്രവർത്തിച്ചാട്ട പുള്ളി തന്നല്ലാതെ നിന്നെ പുള്ളി പേടിച്ചായിരിക്കും. ഇവനെല്ലാം കൂടെ എന്റെ പ്രിയരെ, പ്രാർത്ഥിക്കുമ്പം അപേക്ഷയാ കൊടുക്കുന്നത്. സ്തോത്രം. ചില പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകുക. പണ്ടൊരു കഥ കേട്ടുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ കണ്ട് ദൂട്ടി പരക്കം പായും. എന്നാ ചോദിച്ചു? ഡിക്ഷണറി തപ്പുക. കാരണം ഡിക്ഷണറിക്കകത്ത് പോലും ഇല്ലാത്ത വേട അങ്ങോട്ട് ഇത് അറിഞ്ഞേച്ച് വേണ്ടേ ഇത് മറുപടി കൊടുക്കാൻ. ദൂതന്മാർ കൂടെ ഡിക്ഷണറി കൊണ്ടുപോകണോ? ചെറിയ അച്ഛൻ തുടങ്ങി നോക്കണ്ടില്ല. ദൈവത്തിന്റെ മഹത്വം.
300 കൊല്ലം ദൈവത്തോട് കൂടെ. തന്റെ ആഗ്രഹം ഒന്നേ ഉള്ളായിരുന്നു, ദൈവത്തോട് കൂടെ. അതായിരുന്നു ആഗ്രഹം. ആഗ്രഹം ദൈവം അങ്ങ് നിറവേറ്റി. ഒരു സുപ്രഭാതത്തിൽ ദൈവം വന്നേച്ച് പറഞ്ഞു, മോനെ ഹാനോക്കെ, എന്റെ ഭാഷയാ, ഓ എന്തോ അപ്പച്ച, നമ്മളിപ്പോ എത്ര നാളായി നടക്കാൻ തുടങ്ങിയിട്ട്? അവൻ ആരോ പറഞ്ഞു, അപ്പച്ച ഇപ്പൊ 300 കൊല്ലമായി. ഇനി നടക്കണ്ട. അയ്യോ, എന്റെ ആഗ്രഹം എനിക്ക് അപ്പച്ചന്റെ കൂടെ. അതാ പറഞ്ഞു, ഇനി നടക്കണ്ട, ഞാൻ നിന്നെ എടുത്തോട്ട് പോവാ. നിന്റെ ആഗ്രഹം അതല്ലേ, എന്നോട് കൂടെ. ഞാൻ നിന്നെ അങ്ങ് കൊണ്ടുപോവുക. പൗലോസ് ഒരു പദം പറഞ്ഞത് നമുക്കെല്ലാം അറിയാം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ നല്ല ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നൊരു ദൈവമാണ്. അല്ലേ? 9:25 നിർത്തും. 9:30 മുന്നേ നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തും. 9:25 കറക്റ്റാണ്. തന്റെ ആഗ്രഹം ദൈവത്തോട് കൂടെ നടക്കാൻ ഒടുവിലെ 300 കൊല്ലം നടന്നു. ഒരു സുപ്രഭാതത്തിൽ ദൈവം പറഞ്ഞു, ഇനി നടക്കണ്ട, ഞാൻ നിന്നെ അങ്ങ് എടുക്കുക. ഈ എബ്രായ ലേഖനം 11:5 വായിച്ചേ. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു. എല്ലാവരും ബൈബിളും ഒക്കെ സിപ്പും ഒക്കെ ഇട്ട് എടുത്തിടാൻ പറഞ്ഞു. വീണ്ടും സിപ്പങ്ങ് തുറക്കും. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അപ്പം അതിനൊരു ചിന്ത, മരണം കണ്ടില്ല. ഈ ഹാനോക്കിന്റെ സമകാലികനായ ലാമേക്ക് ഒരിക്കൽ ഭാര്യമാരോട് വീരസ്യമൊക്കെ പറഞ്ഞു, ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ, എൻ്റെ വചനത്തിന് ചെവി തരുവി. പറഞ്ഞു പുള്ളി പറഞ്ഞു, ഞാനൊരുത്തനെ കൊല്ലും. വായിച്ച് 19-ാം വാക്യമാണ് പോകുന്നത്. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. നല്ല വചനമാണ് പുള്ളിയുടേത്. എന്തുവാ വചനം അടുത്തത്? എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും. പുള്ളിയുടെ വചനമല്ല, ഞാൻ പകരം ചെയ്യുമെന്ന്. നല്ല വചനമല്ലേ? പത്രോസ് പറഞ്ഞ ദോഷത്തിന് ദോഷവും പകരത്തിന് പകരവും ശകാരവും ഒന്നും ചെയ്യരുത്. പകരത്തിന് പകരം ശകാരം ഒന്നും ചെയ്യരുത്. പുള്ളി പറയാം, ഞാൻ പകരം ചെയ്യും. അടുത്തത്, എന്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെ കൊല്ലും. ഒരു യുവാവിനെ കൊല്ലുമെന്ന്. അപ്പോൾ ചില ഭാഷാന്തരത്തിൽ കൊന്നെന്ന, എന്നാൽ ചില വ്യാഖ്യാന വിഷയത്തിൽ പറയുന്നത് ഈ കൊല്ലുമെന്ന് പറഞ്ഞത് ഹാനോക്കിനെ കൊല്ലുമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഹാനോക്ക് പ്രവചിച്ചതിന്റെ പ്രധാന സന്ദേശം 10 കെട്ട് നടക്കുന്നവർക്കെതിരെയാണ്. യൂദാ 14:15 6 മുതൽ 7 ഹാനോക്ക് ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തവും 10 കെട്ട് പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും 10 കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരുടെ കൂടെ. അപ്പൊ ഹാനോക്കിന്റെ പ്രവചന ശുശ്രൂഷ 10 കെട്ട് നടക്കുന്നവർക്കെതിരെയാണ്. ഈ ലാമക്ക് തന്റെ തലമുറകളെല്ലാം 10 കെട്ട് നടക്കുക. ലാമക്കിന് 2 ഭാര്യ, ആദ്യം 4 പിള്ളേര്, യാവാല്, യൂബാല്, തൂബൽ, കൈൻ, ബംഗള്, നയമ, ഗുണ്ടായുസം, ഡിഫൻസ്, പിന്നെ കല, സംസ്കാരം, ബിസിനസ്, ഇഷ്ടം പോലെ കാശ്, ഗുണ്ട, അങ്ങനെ ആണല്ലോ ഇപ്പം. 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ. എങ്ങനെ ബോധിച്ച പോലെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 17 അക്കാലത്ത് ഇസ്രായേൽ രാജാവില്ല, ഓരോരുത്തൻ ബോധിച്ച പോലെ. 21-ാം അധ്യായത്തിലുണ്ട് തനിക്ക് ബോധിച്ച പോലെ തനിക്ക്. അവൻ ബോധിച്ച പോലെ ഉണ്ടായുസം, ബിസിനസ് വേണ്ട. പിന്നെ 4-ാം അധ്യായത്തിൽ ഭയങ്കര പണി നടക്കുക. കൈയിന് പട്ടണം പണിയുന്നു. പണി വെച്ച് മോന്റെ പേരിടുന്നു, കൈൻ പട്ടണം, ഹാനോക്ക് പട്ടണം. അപ്പം മോന്റെ പേര് നോട്ടീസിലൊക്കെ പേര് വെച്ചില്ല. എന്ത് പ്രശ്നമാണെന്നറിയാം. കിട്ടുമ്പോഴേ ആദ്യം നമ്മുടെ പേരുണ്ടോന്നാണ് നോക്കുന്നത്.
അല്ല യോഗത്തിന്റെ കാര്യമല്ല. പേര്, പ്രശസ്തി, കൂടെ കൂടെ പേര് പറഞ്ഞുകൊണ്ട് വിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷമാണ്. ഇതിനെതിരെ ഹാനോക്ക് നന്നായിട്ട് പ്രവചിച്ചു. ഇത് ലാമക്കിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അപ്പൊ പറഞ്ഞെന്നാ പറഞ്ഞത്, ഇവനെ ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു സുഖമില്ല, തട്ടും, ഒരു ആക്കം വേണ്ട, ഇവനെ ഞാൻ എന്താണ്, എനിക്കെതിരെയാ ഇവന്റെ പ്രവചനം, എൻ്റെ പിള്ളേർക്കെതിരെയാ പ്രവചനം. ഞങ്ങളുടെ ചില ശൈലികളും രീതികളും ഉണ്ട്, അതിനെതിരെ ആ പുള്ളി പ്രവചനം. അതുകൊണ്ട് ഇവനെ ഭൂമിക്ക് മേളിൽ ആത്മീയ ലോകത്തിൽ ഇപ്പൊ ഇത് തന്നെയാണ് നടക്കുന്നത്. നമുക്കെതിരെ, പിള്ളേർക്കെതിരെ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്നതിനെതിരെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനെതിരെ ആരേലും പറഞ്ഞ അന്നേരം അവനെ തട്ടുക. ഇപ്പൊ തട്ടുന്നത് പള്ളിക്ക് കത്തിയൊന്നും വെക്കുന്നില്ല, വേറെ എന്തെല്ലാം ആൾ കൊണ്ട് തട്ടാൻ ഇല്ലേ? പിന്നെ ഇഷ്ടം പോലെ തട്ടുക. ഇവന് ഞാൻ കൊല്ലും. ഈ ഹാനോക്കിനെ കൊല്ലുവന്ന് ലാമക്ക് കൊല്ലാൻ നല്ല സാഹചര്യം. പിള്ളേർക്ക് ബിസിനസ്സോ ഇഷ്ടം പോലെ കാശ്, രാഷ്ട്രീയ തലത്തിൽ പിടി, കുണ്ടായിസം, ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധം. അപ്പൊ കൊല്ലാൻ നല്ല എല്ലാ സാവകാശം ഇണങ്ങിയിരിക്കുക. കലാപുലി പോലെ 3 ആമ്പിള്ളി വരും. അപ്പൊ തട്ടാൻ എളുപ്പമാ. പക്ഷെ ഈ പ്രവചന ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന ഹാനോക്ക് ഇത് അറിയുന്നില്ല. പക്ഷേ ഹാനോക്ക് ആരുടെ കൂടെ നടക്കുന്നോ അവൻ അറിയുന്നു. ഒരു ദിവസം ദൈവം എന്ന് പറഞ്ഞു, ഇനി പോരാൻ പറഞ്ഞു. എബ്രാത്ത് വായിക്കാം, മരണം കാണാതെ ഹാനോക്കിനെ വകവരുത്തുവാനും തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാൻ സകല ക്രമീകരണങ്ങൾ ഒരുക്കി ലാമക്കും പിള്ളേരും അക്കാലത്തുള്ള സകല ആൾക്കാരും ഒരുങ്ങിയിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്റെ അഭിഷിക്തനെ ശത്രുവിന് വിട്ടുകൊടുത്തില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിങ്ങളെ കൊടുക്കത്തില്ല. പുത്തന്റെ ഇഷ്ടത്തിന് ദൈവം നിങ്ങളെ ഏൽപ്പിക്കത്തില്ല. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ദൈവം നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. തീർന്നില്ല, നിന്റെ ദൈവം നിന്നെ ഭാരമേൽ ഉയർത്തും. ശത്രു നിങ്ങളെ തൊടുവാൻ, ദുഃഖം കാണുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ മറയ്ക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ മഹിതപ്പെടുത്താം. ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. ബിലിയാമിന്റെ ആഗ്രഹം നടന്നില്ല, എന്നാൽ ഹാനോക്കിന്റെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. ശത്രുവിന്റെ ഇഷ്ടത്തെ തകർക്കുന്ന ദൈവം. നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. വിശ്വസിക്കുന്നവരും രാത്രി സ്വോത്രം ചെയ്യുക. ഭയങ്കരമായ ചീറ്റൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കറ്റത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റ് ശരണമാണ്. ഇന്ന് രാത്രി നമ്മളെ സൂക്ഷിക്കുന്ന, മറയ്ക്കുന്ന ദൈവം, പരിപാലിക്കുന്ന ദൈവം, ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവം. അല്പസമയം ദൈവത്തെ സൂക്ഷിച്ചാട്ട്, അല്പസമയം എല്ലാവരും ദൈവത്തെ മഹിതപ്പെടുത്താം.
ഇന്നലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും അങ്ങനെ പറയുക. ഈ ദിവസങ്ങളിൽ സംബന്ധിച്ച് എല്ലാ ബഹുമാന്യ ദൈവമക്കൾക്കും ഇതുവരെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. തുടർന്നുള്ള യാത്ര ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിനുപരി നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരണം. ബിലിയാമിനെ പോലല്ല, ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ വസിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നും നല്ല അവകാശവും അന്ത്യവും പ്രാപിപ്പാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെന്ന് ആശീർവദിച്ചു പ്രാർത്ഥിച്ചു വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.